കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടെ ഏറ്റുപറഞ്ഞവരെല്ലാം ഒരുമിച്ച് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും വലിയ പ്രതീക്ഷയോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മളെപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കണം. വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നും വലിയ കാര്യങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നടത്തി തരുമെന്നും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളിലൂടെ കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാണ്. നിങ്ങളിലൂടെ പ്രവർത്തിപ്പാൻ യേശു മതിയായ ദൈവമാണ്. നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കേൾക്കാം. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്, അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു ശക്തനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതിനെപ്പറ്റി ചിന്തിച്ചു വന്നിരുന്നു. 11:18 ഓർമ്മയുണ്ടോ? ആമേൻ. നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ട് വന്നു വചനം എങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഏതൊക്കെ സമയങ്ങളിലാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അപ്പോൾ വചനം പറയുമ്പോൾ വചനം പറയേണ്ട ഒരു രീതിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോ, നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയുണ്ട്, പല വിഷയങ്ങളുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കും. ബൈബിള് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെപ്പറ്റിയുള്ള അറിവും ദൈവകാര്യങ്ങളെ പറ്റിയുള്ള അറിവും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരുന്നു എന്നതും വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭവനം എൻ്റെ ഉള്ളിൽ കർത്താവിന് തരുന്ന ഇടയായി തീർന്നു. ആ ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഇഷ്ടികക്കട്ട, ചൂളക്കട്ട എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും, ഇഷ്ടികക്കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ മുൻവശമാണ് ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വീട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കാണാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്ടികക്കട്ട അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ചെറിയ ഈ മണലെടുത്തിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ചെറിയൊരു കൂന പോലെ ഇരിക്കുന്ന ഒരു വീടും ഞാൻ കാണാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചപ്പോൾ പലതവണ എൻ്റെ മനസ്സിലേക്ക് അത് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറയാൻ വിട്ടുപോയി തന്നെ. പക്ഷെ വീണ്ടും ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭവനം, വീടിൻ്റെ മുമ്പിൽ ഒരു ഇഷ്ടികക്കട്ട ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരു വീടും മണലും അവിടെ മുമ്പിൽ കിടപ്പുണ്ട്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത്, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടത്, ഒരു പറഞ്ഞു പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഞാനൊരു കാഴ്ച കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകമെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറിലെ പോലെ ഒരു പെയിന്റ് അടിച്ചേക്കുന്ന ഒരു വീടാണ് ഞാൻ കണ്ടുകൊണ്ടത്. അതിന് പലതവണ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം നോക്കുന്ന സമയത്തും ആ ഭവനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു ആ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത് ഒരു അടയാളം പോലെ കർത്താവ് കാണിച്ചതാണ്. അതിൻ്റെ മുമ്പിലായി തന്നെ ഒരു ചെടി ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടി നിൽപ്പുണ്ട്. ആ ചെടി ഉണങ്ങി നിൽക്കുവാണ്. അത് അധികം ഹൈറ്റില്ലാത്തൊരു ചെടി, അതിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കൂടെ ഞാൻ കണ്ടു. ആ ഭവനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു വലിയൊരു ദൈവിക സമാധാനം
കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഈ കാര്യം എന്നെ കാണിച്ചെന്നപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും കർത്താവ് ചിലരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അത് ഏറ്റെടുത്തോണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കേൾക്കുന്നത് ഈ അടയാളം ശ്രദ്ധിച്ചോണം. വെറുതെ നിങ്ങൾ ചാടി പറയരുത്. ഈ അടയാളം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ആ ഭവനത്തെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്ന തുടക്കത്തിൽ പറഞ്ഞതല്ല, ഞാൻ ആ കാര്യം വീണ്ടും മറന്നു പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നെ കാണിച്ചു തന്നാണ്, അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്. ആമേൻ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നലെ വചനം റെക്കോർഡ് ചെയ്തത് കറക്റ്റായിട്ട് വന്നില്ല. 1-2 പ്രാവശ്യം അത് കട്ടായി പോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്ന് ആ വാക്യം തന്നെ എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഇതിപ്പം കണ്ടിന്യൂസ് കേൾക്കുന്നവർക്ക് ചിലപ്പം ഒരു എന്താ പറയുക, വീണ്ടും കേട്ടത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചു വെച്ചിട്ട് ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. വേറെ കുറച്ച് വചനഭാഗം കൂടെ ചേർത്താണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ ലൈവ് നിങ്ങൾക്ക് അറിയാം കുറേ പ്രാവശ്യം നമുക്ക് കട്ടായി പോയി. 1-2 പ്രാവശ്യം റെക്കോർഡിങ് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാൻ വേണ്ടി പോകണം. വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ചിരുന്നോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും. അതോടൊപ്പം തന്നെ കർത്താവോട് പെട്ടെന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ബൈജുവിൻ്റെ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി അയക്കാൻ വേണ്ടി പോകണം. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൻ്റെ അകത്ത് ബൈജുവിൻ്റെ ഭവനത്തിൻ്റെ മേൽ വലിയൊരു വിശാലതയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകണം. എൻ്റെ കർത്താവ് പറയുന്നു, ബൈജുവിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ബൈജുവിൻ്റെ ഹലോ പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ പേര് ബൈജു എന്നാണ്. സ്ട്രൈറ്റോട് തന്നെ കാണുന്നത്. കർത്താവിനോട് പറയുന്നു, വലിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൻ്റെ അകത്തു നിന്നും കർത്താവ് ആ കുടുംബത്തെ വിടിവിക്കാൻ വേണ്ടി പോവാണ്. ബൈജുവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ചില കുരുക്കുകൾ കിടപ്പുണ്ട്. ആ കുരുക്കുകളെ പൊട്ടിച്ച് കർത്താവിനോട് പറയുന്നു, ആ നാട്ടിൽ തന്നെ വിശാലമായ ഒരു വഴിയിലേക്ക് ദൈവം തുറക്കാൻ പോവുക. ഞാൻ ഈ പറയുന്നത് എപ്പോൾ ശ്രദ്ധിച്ചോണം. ദൈവം നമ്മളെ ഈ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി നമ്മളെ അനുഗ്രഹിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അവിടെ ഇവിടെയും കൂടിയിട്ടുള്ള ചിട്ടിക്കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. വിശാലമായിട്ട് ദൈവം അനുഗ്രഹിക്കുക. ഏറ്റെടുത്തോണം. കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്, യേശുവിൻ്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സുഖമായിട്ട് അനുഗ്രഹിക്കുന്നല്ലോ. ഞാൻ ആ വാക്യത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്ത് ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്നതാണ് സകല അനുഗ്രഹങ്ങളും. കർത്താവായ യേശുവിലൂടെ നമുക്ക് ലഭിച്ചതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ബൈബിൾ തന്നെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ യഹോവയായ ദൈവം മോശ മുഖാന്തരം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതി വെച്ചിട്ടുള്ള വചനങ്ങളിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ലൈഫിൽ ഫലഭൂഷ്ടിയായിട്ടുള്ള ഒരു വ്യക്തിയായി തീരും എന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇവിടെ പോകുന്നത്. ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തെ ആ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് 11-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച്. അപ്പം എന്താണ് സംഗ്രഹിക്കുക എന്നുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുക, നിങ്ങളുടെ കണ്ണിൻ്റെ മധ്യേ പട്ടമായിരിക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഈ സംസാരിക്കുക എന്നുള്ളത് എന്താന്നുള്ളത് ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരോടാണ് സംസാരിക്കേണ്ടുള്ളതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അവയെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരോടാന്ന് ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമ്മളോട് തന്നെ സംസാരിക്കണം. നമ്മളോട് തന്നെ സംസാരിക്കണമെന്നാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മളോട് തന്നെ ബലപ്പെടുത്തണം. അപ്പൊ അതിന്റെ 6-ാം വാക്യത്തിലും ഇതേ വാക്യം തന്നെ പറയുന്നുണ്ടെങ്കിലും 1-2 വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6-ാം വാക്യത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവയെ നിന്റെ ഹൃദയത്തിൽ ഈ വചനങ്ങളെ ഞാൻ കൽപ്പിച്ചതുപോലെ ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിക്കണം. നിന്റെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കുകയും വേണം. നിന്റെ ദൈവമായ യഹോവ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്നെ കൊണ്ട് ചെന്ന് നിൻ പണിയാത്തതും വലുതും നല്ലതുമായ നിറച്ചിരിക്കുന്ന സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തന്ന് തൃപ്തി വരുത്തും. ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളെല്ലാം വാക്തത്വങ്ങൾ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരാധാരമുണ്ട്. ബൈബിൾ നമുക്കൊരാധാരമാണ്. ഇപ്പം നിങ്ങളുടെ പിതാവ് വളരെ സമ്പന്നനായിരിക്കട്ടെ, വളരെ സമ്പന്നനായൊരു പിതാവ്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ആധാരത്തിലൂടെ. എന്തൊക്കെയുണ്ട്,
എന്തൊക്കെയാണ് എൻ്റെ പിതാവിൻ്റെ അവകാശങ്ങൾ, എൻ്റെ പിതാവിന് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആധാരത്തിലൂടെയാണ്. അല്ലേ? ആധാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രൂഫാണ്. എൻ്റെ പിതാവ് പറയുകയാണ് ഈ കണ്ണി കണ്ട മൊത്തം എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കതിനൊരു പ്രൂഫ് വേണം. അപ്പം നമ്മളെപ്പോഴും ബൈബിൾ പ്രകാരം നമ്മൾ ജീവിക്കുവാൻ ബൈബിൾ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ലൈഫ് സ്റ്റൈലിനെ നമുക്ക് തുറന്നു തരികയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായി തീരണമെന്നുള്ളൊരു ലൈഫ് സ്റ്റൈൽ ബൈബിൾ എപ്പോഴും കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇന്നലെ കേട്ടതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വരും. നമുക്ക് നേരെ ഒന്ന് മർക്കൂസിൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകാം. 4-ാം അധ്യായത്തിൽ നമ്മൾ ഈ വചനം പറയുന്നതിനെ ബൈബിൾ പറയുന്നു വചനം എന്ന് പറഞ്ഞാൽ വിത്താണ്. വചനം എന്ന് പറഞ്ഞാൽ അത് വിത്താണ്. അപ്പം ഈ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വിത്തിനെ പറ്റി കർത്താവ് ചില ഉപമകൾ പറയുന്നുണ്ട്. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത്, നമ്മൾ ഇന്നലെ കേട്ട വാക്യമുണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നൊരു പദം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു അർത്ഥവും ഇന്നലെ കുറേ പേര് പറഞ്ഞായിരുന്നു. ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അർത്ഥം ഈ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞതിന്? സൂക്ഷിക്കുക, കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയാം. അതായത് സംഗ്രഹിക്കുക, നമ്മള് ഒരു കാര്യം ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിനെ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അർത്ഥം, അതായത് ഉൾക്കൊള്ളുക. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇന്നലെ വചനത്തിൽ കേട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ വചനത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ വചനത്തെ പതിപ്പിക്കുക, സംഗ്രഹിക്കുക എന്നുള്ള വാക്യമാണ്. മർക്കൂസ് ലീഹായുടെ സുവിശേഷമാണ്. ചിലർ വചനം ചോദിക്കുന്നുണ്ട്. മർക്കൂസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. മർക്കൂസ് 4:15. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ഈ സംഗ്രഹിച്ച വചനം, അല്ലെങ്കിൽ അതിനെ ഗ്രഹിച്ച് ഉറപ്പിച്ച വചനത്തെ ബൈബിളിൽ യേശു പറയുകയാണ് സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. അപ്പം നിങ്ങൾ പറയും, ബ്രദർ അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സ്ഥലമെടുത്ത് എടുത്തിട്ട് ചവിട്ടാൻ നമുക്ക് അധികാരമുണ്ടെന്നും പിശാച് നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ സാത്താൻ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം? അപ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് പിശാച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കാണാപ്പാടം പഠിച്ചിരിക്കുന്ന വചനം മൊത്തം എടുത്തുകൊണ്ട് പോകുന്ന ഒരാശയമല്ല. ശ്രദ്ധിച്ചോണം. ഇവിടെ കൊടുത്തേക്കുന്നത് യേശുക്രിസ്തു പറയുന്നത് സാത്താൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടവ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു വചനം പറയാം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. യോഹന്നാൻ 3:16 പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും നശിച്ചു പോകത്തില്ല. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം സകലത്തിലും ഞാൻ മതിയായവനായി തീരും. അങ്ങനെ കുറേ വചനം നിങ്ങൾ കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുക. ഇത് വന്ന് പിശാച് എടുത്തുകൊണ്ട് പോകും എന്നൊരർത്ഥമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തെപ്പറ്റി താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുതൽ നിങ്ങൾ നോക്കണം. അടുത്തത് പാറമേൽ വിതയ്ക്കപ്പെട്ട വചനത്തെ പറയുകയാണ്. വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു. വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇനി മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട് കേട്ടിട്ട് വചനം ഈ ലോകത്തിലെ ചിന്തകളും ധനവും വഞ്ചനയും മറ്റു മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയുന്നു. ശ്രദ്ധിച്ചോണം, ഇവിടെ നിഷ്ഫലമാക്കി കളയുന്നു എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കണം, വചനം വിതച്ചിട്ട് വഴികരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. അപ്പോൾ നമ്മൾ വചനം കേട്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തെ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ കേട്ടതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ആ വചനങ്ങൾ സംഗ്രഹിക്കണം. നമ്മൾ ആ വചനത്തെ സ്റ്റോർ ചെയ്യുന്നവരാകണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആ വചനം വിട്ടൊരു കളി കളിക്കരുത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറ. ദൈവത്തിന്റെ വചനമാണ് എന്റെ ഞാൻ ഈ സമ്പാദ്യം എന്നൊരു വാക്ക് പറയാൻ കാരണം, ഇപ്പം നിങ്ങൾക്ക് നമ്മൾക്കറിയാം നമ്മുടെ ബാങ്കിലെ ബാലൻസ് ആണ് നമ്മുടെ കപ്പാസിറ്റി, അല്ലേ? നിങ്ങളുടെ ഇപ്പം പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് പണ്ടൊക്കെയാണ് നമ്മുടെ പേഴ്സാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സോഴ്സ്. ഇപ്പം പേഴ്സ് അല്ല, ATM ആണ്, പിന്നെ ഗൂഗിൾ പേ, അതെല്ലാം വന്നു. ഒരു സെക്കൻഡ്, യൂട്യൂബിൽ എന്നെ കാണുന്നവരോട് ഞാൻ പറയുന്നു, ഫേസ്ബുക്കിൽ കാണുന്നവർ പറയുന്നു, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പിൻ്റെ. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. അവിടെ നമുക്ക് സൂം പ്രയറിൻ്റെ ലിങ്ക് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ കിടന്ന് ലിങ്ക് തപ്പരുത്, കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ലിങ്കിലേക്ക് നിങ്ങൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടാണ്. നമ്മുടെ അക്കൗണ്ടിലിരിക്കുന്ന പൈസ, അതിപ്പോൾ ഒരു ATM നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവരും മാറി, ടെക്നോളജി മാറി,
ഇപ്പം നമുക്കറിയാം മൊബൈലിലാണ് ആപ്പിൾ പേ പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ഞാൻ പകുതി വഴിക്ക് പെട്ടെന്ന് തിരിച്ച് കാറിൽ പോയി തിരിച്ച് പേഴ്സ് എടുക്കാൻ എത്തപ്പെടും. എന്തിനാ പേഴ്സ്? കാര്യം മൊബൈൽ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വാലറ്റിൻ്റെ അകത്ത് ആപ്പിൾ പേ പോലെ ഗൂഗിൾ പേ ഉള്ളപ്പം പേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പകുതി വരെ ചെന്നിട്ട് പിന്നെയും തിരിച്ച് വണ്ടി പോയി. അപ്പോൾ പേഴ്സിൻ്റെ പോലും ഇപ്പോൾ ആവശ്യമില്ല, ATM പോലും ഇപ്പോൾ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നമ്മൾ വളർന്നു. എന്നാലും നമ്മുടെ സമ്പാദ്യം എത്ര ടെക്നോളജി വളർന്നാലും എത്ര കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ്. അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന എല്ലാ പേകൾക്കും ഗുണമുള്ളൂ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ATM ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അക്കൗണ്ടിൽ കാശ് വേണം. ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന അനുഗ്രഹത്തിൻ്റെ സോഴ്സാണ് ദൈവത്തിൻ്റെ വചനം. മനസ്സിലാകുന്നുണ്ടോ? ഇതില്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ അടിസ്ഥാനമില്ല. കുറേ ATM എൻ്റെ കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ, അക്കൗണ്ടിൽ കാശില്ല. എൻ്റെ ഗൂഗിൾ പേ ഉണ്ട്, ആപ്പിൾ പേ ഉണ്ട്, അങ്ങനെ കുറേ വാലറ്റുകൾ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ലെങ്കിൽ ഞാൻ ബിഗ് സീറോയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥിതി മാറ്റുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അവൻ വന്ന് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നല്ല പറഞ്ഞേക്കുന്നത്. അവൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. ശ്രദ്ധിച്ചു നോക്കി, ഈ വാക്യം നോക്കി. ഈ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ നമുക്ക് പറയുകയാണ്, അങ്ങനെ അവൻ നിങ്ങളുടെ ഉള്ളിൽ വിതച്ചേക്കുന്ന വചനം എടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യും? പോകാൻ ശ്രമിക്കും. അപ്പം നമ്മൾ പലപ്പോഴും എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ സ്ഥിതി മാറ്റണം, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്കൊരു അവസ്ഥ വ്യത്യാസം വരുത്തുന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതായത് ഇതെൻ്റെ സമ്പത്താണ്, ഈ വചനമാണ് എൻ്റെ അടിസ്ഥാനം എന്ന രീതിയിൽ, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ തീരുമാനിക്കുന്നത് ഈ വചനമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, പാറമേൽ വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും. ഇവിടെ എല്ലാം ഒരു വാക്കിലേക്ക് വരാൻ വേണ്ടി ഞാൻ പറയുന്നത്, വിതയ്ക്കപ്പെടുന്നതെങ്കിലും സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതിരിക്കിയാൽ അവർ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയ്ക്ക് വിട്ട വചനമോ ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു മോഹങ്ങളും അകത്ത് കടന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 സ്ഥലത്ത് നോക്കിയാൽ വിതയ്ക്കപ്പെട്ട വചനമെന്നും പിശാച് എടുത്തുകൊണ്ട് പോകുന്നു പറയുന്നതും നമ്മുടെ വേരില്ലാതെ എന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ ഈ വചനം എവിടെയാ ഇരിക്കുന്നത്? ഈ വചനപ്രകാരം ഈ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ മൊത്തം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പറ, എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലാണ് ഈ വചനം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വചനം യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും നടക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എന്ത് ചെയ്യാൻ നോക്കുന്നു? ഇതെടുത്ത് കളയാൻ നോക്കുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലെപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പാദ്യമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയരുത്. വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ സകല നന്മകളുടെയും സാമ്പത്തികം. ഞാനത് പറയാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ ATM വിലയുള്ളൂ. അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലേ ഉള്ളൂ ഈ സകല ATM പ്രയോജനമുള്ളൂ. അതേപോലെ എൻ്റെ പ്രാർത്ഥന എഫക്റ്റീവ് ആകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ വചനം വേണം. അപ്പോൾ വചനമാണ് എൻ്റെ സമ്പത്ത്, വചനമാണ് എൻ്റെ അടിസ്ഥാനം. അപ്പൊ കർത്താവ് പറയുകയാണ്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ അടിസ്ഥാനം കളയഞ്ഞാൽ നിങ്ങളെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അനുഗ്രഹത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും നിങ്ങളെ മായ്ച്ചു കളയാൻ പറ്റും. എന്നാൽ കർത്താവ് പറഞ്ഞ ചില വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഇഹലോകത്തിലെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനകളും മറ്റു മോഹങ്ങളും അകത്ത് കടന്നു. അപ്പൊ എങ്ങോട്ട് കിടക്കാൻ സാധ്യതയുണ്ട്? ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അകത്തോട്ട് ചിന്തകൾ കയറും. ഈ ലോകത്തിന്റെ ചിന്തകൾ. ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവമെന്നും പാപചിന്ത എന്നൊക്കെ നമുക്ക് വേണേ പറയാം, ഈ ലോക ചിന്ത എന്നൊക്കെ പറയാം. അതിനേക്കാൾ ഉപരി വേറൊരു സ്ഥലമുണ്ട്, ഈ വചനത്തിന് വിരോധമായിട്ടുള്ള ചിന്തകൾ അകത്തോട്ട് വരും. അതിന് പറയുന്ന പേരാണ് റിയാലിറ്റി. ഇപ്പൊ നിങ്ങളൊരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, ബ്രദറെ എനിക്ക് 1 കോടി രൂപ കടമുണ്ട്, വലിയ രോഗത്തിൽ ഞാൻ ഇരിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, കുഞ്ഞുങ്ങളുടെ വിഷയം. അപ്പം ഞാനൊരു വചനം അങ്ങോട്ട് അയച്ചു തരുക. ഈ വചനം സിസ്റ്ററെ, ഈ ആവർത്തന പുസ്തകം പറഞ്ഞത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ വചനം പറഞ്ഞു കിടക്കണം. ഒരു ദിവസം പറയാൻ തുടങ്ങിയപ്പോൾ അതേ വിഷയം അങ്ങോട്ട് പിന്നെയും കൂടുന്നു. വിഷയം പൊങ്ങി വരുന്നു. വിഷയം പിന്നെ എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതെന്താ സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ ചിന്തകളിലേക്ക് ഒരു ഇഞ്ചക്ഷൻ പോലെ കയറുകയാണ്. നമ്മൾ ആകെ 2 ദിവസം വചനം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ,
പക്ഷേ ഈ വിഷയം പിന്നെ അങ്ങ് പൊങ്ങി വരിക. ഈ വിഷയം പിന്നെയും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരിക, ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പം ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്ന വചനത്തെ ഇത് ഞെരുക്കുവാൻ നോക്കും. മനസ്സിലാകുന്നുണ്ട്? ഇത് ഞെരുക്കുവാൻ നോക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആകുല ചിന്തകൾ, ഈ വിഷയം മാറുന്നില്ലല്ലോ, ഈ വിഷയം എന്തുകൊണ്ട് മാറുന്നില്ല, ഇത് രൂക്ഷമാകുന്നു, ഇതിനൊരു വ്യത്യാസം വരുന്നില്ല, ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ആ സമയത്ത് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടൊരു ഭാരം നിങ്ങളുടെ അകത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയണം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ശ്രദ്ധിച്ചോണം, ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു മോഹങ്ങളും അകത്ത് കടന്നു വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. അപ്പൊ വചനത്തെ എന്തിനാ ഞെരുക്കുന്നത്? അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്? വചനത്തെ ഞെരുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലോ, അയ്യോ ബ്രദറെ, ഞാൻ ആ വചനം കേട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവ് യേശുവിന്റെ തിരുമുറിവിന്റെ സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, ഞാനൊരു കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം റിയാലിറ്റി ഇങ്ങനെ കൊണ്ടുവരും. എന്നാലും കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ നിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. കാര്യമൊക്കെ ശരിയാണ്, നീ ഇപ്പം നിന്റെ ജീവിതം നോക്കിക്കേ, ഇത് വല്ലതും ശരിയാവൂ? അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ പറഞ്ഞ വചനത്തെക്കാൾ കൂടുതൽ മനസ്സിൻ്റെ അകത്തൊരു വിഷമം കയറും. ശരിയാണല്ലോ, ഇതിനിപ്പം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? നമ്മൾ അങ്ങോട്ട് പയ്യെ പയ്യെ ഫോക്കസ് ചെയ്യുക. പയ്യെ നമ്മൾ ആ വിഷയത്തിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ആ വചനത്തിനുള്ള ഫോക്കസ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇത് നന്നായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ അവയെ എൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. അപ്പൊ പിശാചു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വചനം പറയുകയാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എനിക്ക് വേണ്ടി ആ വഴി തുറക്കും, ഈ വഴി തുറക്കും എന്നൊക്കെ നമ്മൾ ഓരോ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതെന്നാ ശരിയാകാത്തത്? ആ ബ്രദർ ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, പുള്ളിയാണെങ്കിൽ മെസ്സേജ് തിരിച്ച് റിപ്ലൈ തരുന്നില്ല, ഈ ബ്രദർ എടുക്കുന്നില്ല, ആ ബ്രദർ എടുക്കുന്നില്ല. ഇങ്ങനെ കുറേ ചിന്തകളും അതും ഇതും ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? സങ്കടപ്പെടുവാൻ തുടങ്ങും. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ ആ വചനത്തെ ഞെരുക്കുക. സങ്കടം വരുമ്പം കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോൾ കണ്ണുനീര് തുടച്ചിട്ട് പറയണം, യഹോവ ഈരെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അത്ഭുത സാക്ഷിയായിട്ട് തീരും. എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിൻ്റെ കൂടെ സാക്ഷിയായിട്ട് മാറും. നടന്നുകൊണ്ടത് പറയണം. കട്ടിലിൽ ഇരിക്കുവാണെങ്കിൽ ഇരുന്നുകൊണ്ട് പറയണം. കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറയണം. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഞെരുക്കും. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോഴെന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മുടെ ചിന്തകൾ നമ്മളെ ഞെരുക്കുവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വചനം കേൾക്കുമ്പോഴും നമുക്ക് സങ്കടം വരാൻ കാരണം, കേൾക്കുന്ന വചനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഞെരുക്കുന്നു? ഈ ലോകത്തിന്റെ ചിന്തകൾ. ഈ ലോകത്തിന്റെ ചിന്തക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാക്ഷ്യം അങ്ങോട്ട് പറയാം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ലോകപ്രകാരം, ഞാൻ വചനപ്രകാരമല്ല, ലോകപ്രകാരം ഒരു വ്യക്തി മരിച്ച ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു വ്യക്തി ലോകപ്രകാരം അയാൾ മരിച്ചു, ലോകപ്രകാരം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ്, നിങ്ങൾ കഴിവതും നിങ്ങൾ ഓഡിയോ ഓഫ് ആക്കി വെക്കണേ, നമ്മൾ വചനം കേൾക്കുമ്പോൾ അത് പ്ലേ ചെയ്യല്ലേ. ലോകപ്രകാരം ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി എത്ര മരുന്ന് കുത്തി വെച്ചാലും, ഇനി എത്ര ആന്റിബയോട്ടിക് കൊടുത്താലും, എത്ര ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും, എത്ര സർജറി ചെയ്താലും, ഇനി എത്ര വെന്റിലേറ്ററെ കൊണ്ട് കയറ്റി വെച്ച് എന്തൊക്കെ ചെയ്ത് നോക്കിയാലും ആ വ്യക്തി ഇത് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല. ഇതാണ് ലോകത്തിന്റെ സിസ്റ്റം. ഇത് നമ്മുടെ അകത്തോട്ട് കയറ്റിവിടും പിശാചു. വചനം പറയുന്നവരകത്ത്. ലോകത്തിന്റെ സിസ്റ്റത്തിൽ ഒരു കുഴപ്പമുണ്ട്. വൺസ് ഒരു കാര്യം
സംഭവിച്ചാൽ പിന്നെ അത് റീപ്ലേസ് എന്ന് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ നല്ലത്, പിന്നെ അത് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത ഇനി മരിച്ചു പോയാലും ഉയർപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? ആ വിഷയം ഇനി മരിച്ചു പോയാലും തമ്പുരാൻ പറയും ജീവൻ വെക്കാൻ പറഞ്ഞാൽ ജീവൻ വെച്ചിരിക്കും. ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഇത് വചനം പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ കയറണം. ഇത് എങ്ങനെയെങ്കിലും ഈ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി ലോകപ്രകാരം നിങ്ങളെ ചിന്തിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ദൈവപ്രവൃത്തിയെ അംഗീകരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം പറഞ്ഞിരിക്കുന്നത്, നീ വീട്ടിലിരിക്കുമ്പോഴും, നമ്മളെപ്പറ്റി എനിക്കൊന്ന് ശരിക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞേക്കുന്നത്. നമ്മൾ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ കുറച്ചു നേരം ബൈബിളിലൊക്കെ യൂട്യൂബൊക്കെ തുറന്ന് വചനം കേട്ട് പിന്നെ അങ്ങോട്ട് സിനിമയും എല്ലാം കണ്ട് TV എല്ലാം കണ്ട് നമ്മൾ അവിടെ ഇവിടെ നടന്ന് അതും ഇതും എല്ലാം വിളിച്ചു പറഞ്ഞ് 100,000 പ്രയർ റിക്വസ്റ്റ് ആൾക്കാർക്കെല്ലാം അയച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയണം, വീട്ടിലിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? വചനം പറയണം. ഇനി കടയിൽ പോകുന്ന വഴിക്ക് ഒരു 10 മിനിറ്റേ കടയിൽ പോകാൻ സമയമുള്ള 10 മിനിറ്റ് അങ്ങോട്ട് നടക്കും പറഞ്ഞുകൊണ്ട് വചനം പറയണം. അടുത്തത്, എഴുന്നേൽക്കുമ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ ദൈവമേ ഇന്ന് എങ്ങനെ ചിട്ടിക്കാരന് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞ് എണീറ്റ് വരാതെ യഹോവ ഇന്ന് ഞാൻ അസാധാരണമായ ദൈവപ്രവൃത്തി കാണും, എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം രാവിലെ എണീറ്റ് വരാൻ. നമ്മൾ ആ വിഷയത്തെ അങ്ങോട്ട് ഞെരുക്കണം. വിഷയം നിങ്ങളെ ഞെരുക്കാൻ അനുവദിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഞെരിക്കാൽ എന്താ ബ്രദറെ ഗുണം? അങ്ങനെ ഞെരിക്കാനുള്ള ഗുണം, ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ദൈവപ്രവൃത്തിയായിട്ട് മാറും, ട്രാൻസ്ഫോം ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയായിട്ട് മാറും. അതുകൊണ്ടാണ് പലരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? നിങ്ങളുടെ മേൽ അത് സംഭവിച്ചതാണ്. ആമേൻ. അപ്പൊ ഇവിടെ പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ട് കേൾക്കുകയും അംഗീകരിക്കുകയും, ശ്രദ്ധിച്ച് ഈ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, അംഗീകരിക്കുകയും ചെയ്യുന്നവൻ തന്നെ അവൻ 30, 60, 100 മേനി കൊയ്യും. ഇനി ഈ 2 വാക്കിന്റെ വ്യത്യാസം ഞാൻ പറയാം. വചനം കേൾക്കുകയും അംഗീകരിക്കുക എന്നുള്ളതിന് അക്സെപ്റ്റ് ചെയ്യുക. ആ വചനത്തെ നമ്മളെ ചിലർ പറയത്തില്ല, ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ചില നിയമങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ട് പറയത്തില്ലേ, ഈ നിയമം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. അയ്യോ ബ്രദറെ, അങ്ങനെയൊന്നും അല്ല ബ്രദറെ, എൻ്റെ അവസ്ഥ ബ്രദറിന് അറിയാൻ മേലാഞ്ഞിട്ട് എൻ്റെ കുടുംബം കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, നിങ്ങൾ ആത്മഹത്യ ചെയ്യത്തില്ല. കുടുംബമായിട്ട് ആവർത്തന പുസ്തകം പറഞ്ഞ് നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. എന്നാലും ബ്രദറെ പിന്നെ സംശയമാണ്, നടക്കുമ്പോൾ ഇന്ന് മുതൽ പറ, എന്നാലും ബ്രദറെ എണീക്കുമ്പോൾ പറ, എന്നാലും ബ്രദറെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറ, ആ കറി കരിയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ള ഗുണം എന്നാണെന്നറിയാം, പറഞ്ഞു തരാം. ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഒത്തിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇന്നലെ കേട്ടവർക്കത് മനസ്സിലാവും. നിങ്ങളിപ്പം ഈ ദിവസം, ഇന്നലെ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു, നമ്മളൊരു വചനം പറയുന്ന സമയത്ത്, ഒരു വാക്യം നമ്മൾ പറയുന്ന സമയത്ത്, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു ഉദാഹരണം പറ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വിഷയം പറ. ഈ ദിവസങ്ങളിൽ ആവശ്യമുള്ളൊരു വിഷയം. സാമ്പത്തിക നന്മ. എന്റെ മക്കളുടെ മകന്റെ വിവാഹം നടക്കണം. ഒട്ടുമുക്കാലും ആളുകള് പറഞ്ഞ സാമ്പത്തിക നന്മയെ വിളിക്കണം പാസ്റ്റർ. അപ്പോൾ ഒട്ടുമുക്കാലും ആൾക്കാർ തീർച്ചയായും. അപ്പോൾ ഒട്ടുമുക്കാലും ആൾക്കാർ, ഞാൻ ഉദാഹരണത്തിനാണ് വിഷയം, സാമ്പത്തികമായിട്ട് അനുഗ്രഹമാണ്. ഞാനിപ്പം ആ ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയത്തെ നിങ്ങൾ എടുക്കണം. ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ, ഈ മാസത്ത് നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യം, ഈ അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുവാന്ന് വിളിച്ചു. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനം എടുക്കണം. എന്നിട്ട് ആ വചനം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനമാണ് എൻ്റെ സമ്പത്ത്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഹൃദയമാണ് ബാങ്ക്. ശ്രദ്ധിച്ചോണം, ഹൃദയം എന്ന ബാങ്കിൽ വചനമാകുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിങ്ങൾ നിക്ഷേപിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വചനത്തെ, ഇനി ഇത് ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പം ഇതിന് വചനപ്രകാരം ഒരു ഫോമിലേക്ക് ഇത് മാറും, വിത്ത്. ഇതിനെ മുളപ്പിക്കണം. ഇതിനെ മുളപ്പിക്കണമെങ്കിൽ ചില്ലറ വെള്ളമൊന്നും പോരാ, ഇച്ചിരി വെള്ളം കൂടുതൽ വേണം.
നടക്കുമ്പോൾ വെള്ളമൊഴിക്കണം, അതായത് പറയണം. ഇരിക്കുമ്പോൾ വെള്ളമൊഴിക്കണം, വചനം പറയണം. എണീക്കുമ്പോൾ ഈ വചനം തന്നെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ ആ വചനത്തിൽ വേണ്ടത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ചിന്ത വരും. ആ വിഷയം നമുക്ക് കൂടുന്നതായിട്ട് തോന്നും. ആ വിഷയം ഒരു ചലനമില്ലാത്തതായിട്ട് തോന്നും, ഒരു മാറ്റവും ഇല്ലാത്തതായിട്ട് തോന്നും, ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ആ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നിങ്ങൾ ആ സമയത്ത് കയ്യിലുള്ള കാശ് മൊത്തം എടുത്ത് ലോകത്തുള്ള സകല ലോട്ടറി എടുത്ത് പേഴ്സി വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല വഴികൾ എൻ്റെ മുമ്പിൽ ദൈവം തുറന്നു തരും. എങ്ങനെയും ദൈവത്തിന് തുറക്കാം, എങ്ങനെയും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കാം. ഞാൻ മിറക്കിൾ മണി, സാമ്പത്തിക നന്മയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിറക്കിൾ മണി പറഞ്ഞേക്കുന്നത്. മിറക്കിൾ മണിയിലൂടെ ദൈവത്തിന് നിങ്ങളുടെ നന്മയെ തുറക്കാൻ പറ്റും. പല വഴിയിലൂടെ ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ വഴികളെ തുറക്കുവാൻ കഴിയും. പല കാര്യങ്ങൾ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് നിങ്ങളെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വചനം ഒന്ന് പറഞ്ഞു നോക്കി, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദർ അതെങ്ങനെ പറയാൻ പറ്റും? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആന്റിബയോട്ടിക് മറക്കാതെ കഴിക്കത്തില്ലേ? ഡോക്ടർ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് പറയാറുണ്ടോ, ഞാൻ ആ തന്ന മരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കണമെന്ന് ഇന്നേ വരെ ഒരു ഡോക്ടറും വീട്ടിൽ വന്ന് എൻ്റെ അറിവിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ് എനിക്കറിയത്തില്ല. നമ്മളത് കറക്റ്റ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ 5 ദിവസം ആ കോഴ്സാണെങ്കിൽ 5 ദിവസം നമ്മളത് കഴിച്ചിരിക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്നറിയാവോ? കാശ് കൊടുത്ത് മേടിച്ചതാ. ഈ രോഗം മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുടങ്ങാതെ അത് കഴിക്കും. അങ്ങനെയെങ്കിൽ ഈ വചനം ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് അവകാശമാക്കി ലഭിച്ചിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഈ വചനം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ അത് നിവർത്തിയായി വരും. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കുമ്പോഴൊക്കെ വെറുതെ പറ. അപ്പോൾ നിങ്ങൾ പറയും, നമുക്ക് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് തോന്നും പലപ്പോഴും അത് പറയുമ്പോൾ. ചിലർ പറയും, ബ്രദറെ ആദ്യം ഒന്നും പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകുന്നില്ല, ആദ്യം ഒന്നും പറയുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്ക്, ഞാനാണ് ഏറ്റവും കൂടുതൽ വചനം കുടുംബത്തിൽ തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. അവരെ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ ഇന്ന് കുടുംബത്തിന് മേൽ ഉണ്ടാകുന്നത്. ഈ നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ ഇന്ന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നു. ഇന്ന് കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഇന്ന് സ്പർശിക്കുകയാണ്. ഞാനൊരു ഭവനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പ്ലാവ് നിൽക്കുന്ന ഒരു ഭവനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അകത്തോട്ട് ഇങ്ങനെ ആ ഭവനം എന്നെ കാണിക്കുന്ന സമയത്ത് എന്നെ അകത്തോട്ട് കയറി വരുന്ന അകത്തോട്ട് തന്നെ ഞാൻ എന്നെ കാണുന്നതെല്ലാം ഞാൻ അങ്ങ് പറയുവാണ്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. അകത്തോട്ട് തന്നെ എന്നെ കാണുന്ന ഒരു അടുക്കളയുടെ പോസ്റ്ററുണ്ട്. റെഡ് കളറിൽ ഒരു മിക്സി അവിടെ ഇരിപ്പുണ്ട്. റെഡ് കളറിൽ എന്ന് വെച്ചാൽ കടും റെഡ് അല്ല, ഈ ചെറിയ റെഡ് എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ചെറിയ റെഡാണ് എനിക്ക് കണ്ടിട്ട് കളർ ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഒരു മിക്സി അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്നാൽ ആ ഒരു അടുക്കളയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നും ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കും. ആ ഒരു സ്ഥലമാണ് കർത്താവ് എന്നെ ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ നടക്കുന്നല്ലോ. ഞാൻ കാണുന്ന ഒരു ഒത്തിരി പഴക്കം ചെന്ന ഒരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞു ഹലോ, പറഞ്ഞു ബ്രദറെ, ഇപ്പം പറഞ്ഞില്ലേ ഇറങ്ങി വരുന്നിടത്ത് ഒരു പ്ലാവ് നിൽപ്പുണ്ടെന്ന്. ബ്രദറിന്റെ ഭവനമാണത്. അത് ഭവൻ ഞാനിപ്പോ അമ്മ വീട്ടിലാണേ. കേൾക്കുന്നുണ്ടോ? മിക്സി ഇപ്പം റെഡ് കളർ അല്ലേ, ഒരുമാതിരി വെള്ളയാണ്. അല്ല ബ്രദറെ, ഞാൻ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചോണം. അടയാളം നോക്കിയോണം. റെഡ് കളറാണ്. ചെറിയ റെഡ് എന്ന് പറഞ്ഞാൽ കടും ചുമപ്പല്ല. അല്ല ബ്രദറെ, ഇറങ്ങി കിലോമീറ്റർ പ്ലാവ് നിപ്പുണ്ടേ, ഇറങ്ങി കിലോമീറ്റർ. അത് മാത്രം പോലെ. ഞാൻ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചോണം. ഞാനത് ശ്രദ്ധിച്ചു കേട്ടോണം. അടയാളം
ഈ കാണുന്ന ഞാൻ കാണുന്നതാണ് പറഞ്ഞത്, ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് അടുക്കളയോട്ട് ചെല്ലുമ്പോൾ റെഡ് കളർ എന്ന് പറഞ്ഞ കടും ചുമപ്പല്ല, അങ്ങനെ ഒരു മിക്സി കാണിക്കുന്നു. ഞാൻ കാണുന്നത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ആ വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഫോക്കസ് വേണ്ടി അടുക്കളയ്ക്കകത്ത് നടന്ന് ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് ദൈവാത്മ പറയുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയുന്നു, ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. അതിനോടൊപ്പം തന്നെ ചില അടയാളങ്ങൾ കാണിക്കുന്ന സ്വിച്ച് ബോർഡ് ഇത് കാണുന്നതെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഈ ചെറിയൊരു ആണി ചുമ്മാ അത് പോയിന്റ് ചെയ്തിട്ടില്ല, വെറുതെ വെച്ചേക്കും, അത് സ്ക്രൂ പോലെ വെച്ചേക്കുന്ന ഒരു ഭവനമാണ് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അത് ആ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ വലിയൊരു 2 സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് അത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഈ അടയാളം ശ്രദ്ധിച്ചോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുന്നു. ഞാൻ ആ കാണുന്ന തന്നെ ഈ പറഞ്ഞ സഹോദരിക്ക് ഒരു മോളുണ്ട്. ഞാൻ കാണുന്നത് ആ മോൾക്ക് ഏകദേശം ഒരു 30 വയസ്സിൽ താഴെയുള്ളൊരു പ്രായമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ജയിൽ പേര് തുടങ്ങുന്നതാണ് ഞാൻ ഈ കാണുന്നത് കുടുംബത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. എന്തോ അത് എന്റെ വീടിന്റെ അടുത്തുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഒരു ചേച്ചി ഇവിടെ വന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ചെവി കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു, ചെവിക്ക് കേൾവി കിട്ടിയെന്ന് പറഞ്ഞ ആ ചേച്ചി തലമുറയുടെ കാര്യത്തിൽ ഒരുപാട് ഭാരപ്പെട്ടു. ജലജ എന്ന ആ ചേച്ചിയുടെ പേര്. ചേച്ചിക്ക് 2 ആണും 1 പെണ്ണുമാണ്. 30 വയസ്സിന് താഴെ, ഏതാണ്ട് 24-25 വയസ്സുണ്ട് ആ മോക്ക്. അവരുടെ കാര്യത്തിൽ ഭാരപ്പെടും. തന്നെ ഈ മോനെ കൊണ്ട് 2 ആമ്പുള്ളവരുള്ളതി ഒരാള് മയക്കുമരുന്ന് കുത്തിവെച്ച് ആ ചേച്ചിയൊക്കെ ഉപദ്രവിക്കായിരുന്നു. അവനിപ്പം മരിച്ചുപോയി. വേറെ അതിന് തൊട്ടിളയ പയ്യന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ്. അവന് വേണ്ടി ഒരു വചനം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ജലജ എന്ന ആ ചേച്ചിയുടെ പേര്. ചേച്ചി ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്ന് ഭയങ്കര ഭാരത്തോടെ ഇനി ജീവിച്ചിരിക്കണമെന്ന് പോലും അറിയാൻ വയ്യാതിരുന്ന് കരയുമായിരുന്നു. കാരണം ഒരുപാട് കടഭാരത്തിലൂടെ ഒക്കെ, കുഞ്ഞിന്റെ മോക്ക് കല്യാണം കഴിച്ച് പൈസ കൊടുത്തില്ല, അങ്ങനൊക്കെ ഒരുപാട് സങ്കടത്തിലൂടെ പോവുക ചേച്ചി. ആ കുടുംബത്തോട് വരെ പറഞ്ഞോണം, കർത്താവ് കണ്ടിട്ടുണ്ട്, കർത്താവ് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. യേശു ആ കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തികളെ ചെയ്യുമെന്ന് പറഞ്ഞോണം. കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. കർത്താവ് കണ്ടിട്ടുണ്ട് എല്ലാ കാര്യം കൊണ്ട്. രജിസ്ട്രി ദിവസങ്ങളിൽ തന്നെ പോയി പറഞ്ഞോണം, ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് വീണ്ടും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോവാം. കർത്താവ് അവർക്ക് കൊടുക്കാനുള്ള ഒരു വചനം തരാമോ? തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് നമുക്ക് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് കർത്താവിൻ്റെ കൃപയെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റല്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുക. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ചതിനെ പറഞ്ഞു തരണം. പ്രാർത്ഥനയിൽ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കേൾക്കുന്ന ആലോചന, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ആലോചന ദൈവം കാണിക്കുന്നത് പറഞ്ഞ് എങ്ങനെയും ഒപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവിന് നിങ്ങളെ തൊടാൻ വേണ്ടിയാണ്, ദൈവത്തിന് നിങ്ങളെ ഇടപെടാൻ വേണ്ടിയാണ്. എനിക്കിത് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്കിത് കേട്ടതുകൊണ്ടോ ഇത് നമ്മൾ ആളെ നിർത്താൻ വേണ്ടി പറയുന്നതല്ല. ശ്രദ്ധിച്ചു കേട്ടോണം. എൻ്റെ ഉള്ളിൽ ദൈവം തരുന്ന കാര്യങ്ങളെയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളെയാണ് കർത്താവ് അത് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, നിങ്ങളുമായിട്ടത് ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന വ്യക്തിയുമായിട്ടത് ബന്ധമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് എല്ലാ വീടും ഒരേപോലെ അല്ല ഇരിക്കുന്നത്. എല്ലാ വീടും ഒരേപോലെയല്ല, എല്ലാ വീട്ടിലെ അവസ്ഥ ഒരേപോലെയല്ല. ഞാൻ കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടല്ലോ, ഒത്തിരി അടയാളങ്ങളെ ദൈവം പല ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുന്നത് കാണുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ മറ്റൊരു ഭവനം ഇങ്ങനെ കാണുന്നത്, ഈ ടാങ്കിൻ്റെ, നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഷെയ്പ്പിലുള്ള വാട്ടർ ടാങ്കിൻ്റെ ഷെയ്പ്പുള്ള ഈ നമ്മൾ കോയിനൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ഇതുണ്ടല്ലോ, നമ്മൾ സേവ് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ടാങ്കിൻ്റെ ഷെയ്പ്പുള്ള, വാട്ടർ ടാങ്കിൻ്റെ ഷെയ്പ്പുള്ള കോയിനൊക്കെ ഇട്ട് വെക്കുന്ന, നമ്മൾ പണ്ടിങ്ങനെ ഒരു സേവ് ചെയ്യുന്നൊരു ബോക്സ് ഉണ്ടല്ലോ, അതേപോലെ ഈ ടാങ്കിൻ്റെ ഷെയ്പ്പുള്ള ബ്ലാക്ക് കളറിലിരിക്കുന്ന അത് വെച്ചിട്ടുള്ള ഒരു ഭവനം ഞാൻ കാണുന്നത്. പക്ഷേ ഇത് വെച്ചിരിക്കുന്ന ഒരു ഷെൽഫിലാണ്. കയറി വരുന്ന ഷെൽഫിൽ തന്നെ ബ്ലാക്ക് കളറിലെ ഈ ഒരു ചെറിയ ടാങ്കിൻ്റെ ഷെയ്പ്പിൽ വെച്ചേക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഭവനത്തിൽ ഇങ്ങനെ ആ ഒരു ടാങ്ക് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു സേവിങ്ങിൻ്റെ ബോക്സ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ കുടുംബം കടന്നു പോകുന്ന വലിയൊരു നോട്ടീസ് ആ കുടുംബത്തിലേക്ക് വന്നിട്ട്, ഒരു ലെറ്റർ നോട്ടീസ് വന്നിട്ട് ആ ആകുലപ്പെട്ടിരിക്കുന്ന ഭവനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ നോട്ടീസ് വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് അതിൻ്റെ അകത്തൊരു പേരുണ്ട്. ആ പേരിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഫിലിപ്പ് എന്നൊരു പേര് ആ നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ട്.
യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ഭവനത്തിൻ്റെ മേലുള്ള എല്ലാ കുരുക്കുകളും, സാമ്പത്തിക കുരുക്കുകളുണ്ടായ ഭവനമാണ്. എത്ര കൊണ്ടുവന്നാലും തികയാത്ത ഭവനമാണ്. നഷ്ടങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഭവനമാണ്. ഇന്ന് അതിന് അറിവ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് ഉറവകൾ തുറക്കട്ടെ, ഞെരുക്കം മാറട്ടെ. യേശുവേ, ഞങ്ങളുടെ കൃപ നിറയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ നിമിഷം അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ തൊടുന്നു, അങ്ങ് ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്നു. ഏറ്റെടുത്ത് ഏത് രോഗമായിക്കോട്ടെ, ഏത് വേദന ആയിക്കോട്ടെ, എൻ്റെ കൂടെ പറ, എൻ്റെ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതാ. എൻ്റെ കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത് ഞാൻ മുറിവേക്കാനല്ല, ഞാൻ ആരോഗ്യവാനാകാൻ വേണ്ടിയാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളെ തൊടുന്നതിന് നന്ദി, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നതിന് നന്ദി, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായ സാക്ഷ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. തമ്മിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അസാധാരണമായ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു പേര്, ഒരു മോളുടെ പേര് കാണും, അനിക്ക എന്നൊരു പേര് മോളുടെ ഞാൻ കാണുകയാണ്. അനിക്ക എന്ന് പറയുന്ന ഒരു മോളെ എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ കാണിക്കുക. അനിക്ക എന്നാണ് മോളുടെ പേര്, അനിക്ക. യേശുവിൻ്റെ നാമത്തിൽ അനിക്കനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ആ കുഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ അങ്ങ് അയക്കുന്നല്ലോ. കർത്താവ് ആ കുടുംബത്തെ ദൈവം തൊടുന്നല്ലോ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് കിടക്കുന്നവരെന്നെ കാണുന്നെങ്കിൽ ചാടി എണീക്കാൻ തയ്യാറായിക്കണം. യേശു മുറിവ്, നിങ്ങൾ തന്നെ സ്വയം പറ, യേശു മുറിവേറ്റത് ഞാൻ കിടക്കാനല്ല, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാനാണ്, തുള്ളിച്ചാടി യേശുവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ വേണ്ടിയാണ്. ഞാനിന്ന് സാക്ഷിയാകുകയാണ്. ഇന്ന് ഈ നിമിഷങ്ങളിൽ രോഗസൗഖ്യം വേണ്ടവർ, ആ കിഡ്നി കംപ്ലൈൻ്റ് ആണെങ്കിൽ 2 കൈയെടുത്ത് അവിടെ വെച്ചിട്ട് പറയണം, കർത്താവ് എനിക്ക് പുതിയ കിഡ്നി, ഒരു ചമ്മലും വേണ്ട, ഒരു മടിയും വേണ്ട, ഇതിനു വേണ്ടിയുള്ള വില യേശു കൊടുത്തു കഴിഞ്ഞു. പുതിയ കിഡ്നിക്കുള്ള വില യേശു ക്രൂശിൽ കൊടുത്ത് എൻ്റെ കർത്താവ്. ഇന്ന് നമുക്ക് പാപമോചനത്തിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാതെ, പാപമോചനം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ രോഗസൗഖ്യം ലഭിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവം ഉണ്ടാവട്ടെ. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കട്ടെ, ചെവിയുടെ കേൾവി വർദ്ധിക്കട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, സാമ്പത്തിക കുരുക്കുകൾ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒന്ന് മുന്നോട്ട് പോകാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പറഞ്ഞു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ശ്രദ്ധിച്ചോണം, ഈ സമയത്ത് പ്രാർത്ഥന വിഷയം പറയരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ നിങ്ങളത് പല ആൾക്കാരും അതേപോലെ തന്നെ പിന്നെയും പ്രാർത്ഥന വിഷയം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഒരാളുടെ പ്രാർത്ഥന വിഷയം കേട്ടാൽ ചിലപ്പോൾ അടുത്ത ആൾ പറഞ്ഞില്ല, പിന്നെ അത് പരാതിയാകും. വാട്സാപ്പിലേക്ക് അയയ്ക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പറയാം. ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കുകളിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഇപ്പം നമ്മുടെ സൂം പ്രയറിൽ ഇട്ട് തരാം. ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥന ലിങ്കുകളും വരുന്നത്. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ബ്രദറെ, എൻ്റെ അമ്മയുടെ ശാരദ എന്നാണ്. എൻ്റെ അമ്മ ശാരദ എന്ന് ബ്രദർ പറഞ്ഞപ്പോ ഭയങ്കര മഴയായിരുന്നു ഇവിടെ, ഞാൻ അത്രേ കേട്ടുള്ളൂ. എൻ്റെ അമ്മയുടെ പേരാണ് ശാരദ. ഏറ്റെടുത്ത സിസ്റ്റർ, കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ദൈവം കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിലുള്ളവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഞാനത് ഏറ്റെടുക്കുന്നു, ആ സകല അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ മതി. അത് മുഴുവനും നിങ്ങളുടെ മുമ്പിലേക്ക് വരും കേട്ടോ. പറഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരി, എന്റെ ഫ്രണ്ട് ഉണ്ട് കുവൈറ്റിലെ, ബിന്ദു സിസ്റ്ററെ. ബിന്ദു സിസ്റ്ററാണ് എനിക്ക് ഈ ബ്രദറിന്റെ ഈ ലിങ്കും എല്ലാം അയച്ചു തന്നത്. കഴിഞ്ഞ ദിവസം ബിന്ദു സിസ്റ്റർ എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ പേര് പറഞ്ഞ് അന്ന് അതൊരു ദർശനം കണ്ടിരുന്നു പാസ്റ്റർ അവിടെ. തുനുവിന്റെ മകന്റെ മേൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പാസ്റ്റർ വിളിച്ചു പറഞ്ഞിരുന്നു.
അപ്പം എന്റെ പേര് സുനു ആണ്. എന്റെ മകൻ അവൻ അവിടെ പഠിക്കുക, BSc നഴ്സിംഗ് പഠിക്കുക. അവനൊട്ടും ദൈവവിശ്വാസമൊക്കെ കുറവായിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിൽ അവന്റെ വിഷയത്തിൽ അത് ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഒത്തിരി മാറ്റം അവനുണ്ട്. ഒരുപാട് ഇപ്പം ദൈവസന്നിധിയിലേക്ക് അവൻ കടന്നു വരാനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം അവനിൽ ഉണ്ടായിട്ടുണ്ട്. അന്നത് പാസ്റ്ററിനെ ദൈവം കാണിച്ചു തന്നിരുന്നു. അവന് വേണ്ടി ഓക്കെ ഇനിയും സിസ്റ്റർ, പ്രത്യേകമായിട്ട് ആലോചന പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഈ സുനുവിന്റെ മോനെ തുടർന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ അന്ന് സൂം പ്രയറിൽ ഇല്ല അല്ലേ? ഇപ്പൊ പറയുന്ന ഇല്ല സിസ്റ്റർ ഇല്ല. ഇല്ല 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 സിസ്റ്റർ അന്ന് എപ്പോഴാ ഞാൻ ജോയിൻ ചെയ്തത്? ഇല്ലായിരുന്നു. പിന്നെ എന്നോട് ബിന്ദു എന്തോ സിസ്റ്റർ എപ്പോഴാ ജോയിൻ ചെയ്തത് സൂമില്? ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. ഓ കാരണം എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. 3 കാരണവന്മാരുണ്ട്. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് 9 മണിയാകുമ്പം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം എന്റെ ഫാദറിലോ മരിച്ചുപോയി. കഴിഞ്ഞ 15 ദിവസമേ ആയുള്ളൂ ഇന്ന് മരിച്ചിട്ട്. ഇനിയും 2 പേരൻസ് ഉണ്ട്. എന്റെ അമ്മയുണ്ട്, എന്റെ മദറിൻലോയും ഉണ്ട്. രണ്ടുപേരും പ്രായം ചെന്ന് ഒരാൾ ഞാനൊരു കാര്യം കിടപ്പ് ചോദിച്ചോട്ടെ രോഗിയാണ്. സിസ്റ്ററെ? അങ്ങനത്തെ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തോ സിസ്റ്ററെ? അതായത് ആ, സുനുവിന്റെ മകനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പ്രാർത്ഥനയിൽ ഇല്ലായിരുന്നു. സിസ്റ്ററുടെ കൂട്ടുകാരി ഇല്ലായിരുന്നു. സഹോദരി കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു, ആ ഇതുപോലെ മോന്റെ അതെ കാര്യം പറയുന്നു. അങ്ങനെ സിസ്റ്റർ അത് ആ കേട്ട് അപ്പോഴേക്കും മോന് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം അത് കേട്ടതിന് ശേഷം മോന് വ്യത്യാസം ഉണ്ടായി അല്ലേ? ഉണ്ടായി. അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് ബിന്ദു സിസ്റ്റർ എനിക്ക് പറഞ്ഞ് അയച്ചു തന്നിരുന്നു. അന്നത്തെ ബിന്ദു സിസ്റ്റർ പറയുന്നു, സുനുവിന്റെ മകൻ എന്റെ കൂട്ടുകാരിയാണ് സുനു എന്ന് ബിന്ദു പറയുന്നത്. അതെനിക്ക് അയച്ചു തന്നിരുന്നു. അത് എന്റെ മകനും ഞാൻ അയച്ചു കൊടുത്തു. അവനിപ്പോ ഒത്തിരി വിശ്വാസമുണ്ട്. ഒരുപാട് മാറ്റം. പണ്ടത്തെ പോലല്ല. പണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൻ ചോദിക്കും. ദൈവവിശ്വാസം അവന് വളരെ കുറവായിരുന്നു. അത് ബിന്ദുവിനും അറിയാം. കാരണം ഞങ്ങൾ കുറെ കാലം കുവൈറ്റിലുള്ളതായിരുന്നു. പിന്നെ അവന് ഒരു ചെറിയ ഒരു വീണിട്ട് അവന്റെ നടുവിനൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ബിന്ദു സിസ്റ്ററിന് അറിയാം. അങ്ങനെയാണ് എനിക്ക് അയച്ചു തന്നത്. ഈ ലിങ്ക് കയറണം എന്ന് എന്നോട് പറയുകയും ചെയ്തു. ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ അതായത് സിസ്റ്ററുടെ കൂട്ടുകാരിയാണ്, ബിന്ദു സഹോദരിയാണ് ഇത് പറഞ്ഞു. അതായത് ആലോചന കേട്ടപ്പോൾ സഹോദരി ഏറ്റെടുത്തു, എന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരിക്ക് ഇത് ലിങ്ക് അയച്ചു കൊടുത്തു യൂട്യൂബിലെ. സിസ്റ്റർ അത് കേട്ടു. അതിനുശേഷമാണ് സിസ്റ്റർ അത് ഏറ്റെടുത്തു. അതിനുശേഷം മുതൽ മോൻ്റെ മേൽ വലിയ വ്യത്യാസം കണ്ടു തുടങ്ങി. അപ്പം ഞാനിത് ഷെയർ ചെയ്യുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു ആലോചന ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ സാക്ഷ്യം കേട്ടത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അയാൾക്ക് വേണ്ടി ഒരു ആലോചന ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ധരിപ്പിക്കണം. എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്ന് പറയരുത്. ഇപ്പോൾ ബിന്ദു സഹോദരി ചെയ്തതുപോലെ ഉടനെ തന്നെ കൂട്ടുകാരിക്കോട് പറയുകയും അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് വെച്ച് മകൾ പ്രാർത്ഥിച്ചു. കുടുംബത്തിൻ്റെ മേൽ, മകൻ്റെ മേൽ വലിയൊരു വ്യത്യാസം കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരു തുടക്കമാണ്. വ്യത്യാസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചു തരും. അപ്പോൾ സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർമാനമായിട്ട് പ്രാർത്ഥനയിൽ കയറുക. തീർച്ചയായിട്ടും കർത്താവ് വർദ്ധിപ്പിക്കും. ഷെയർ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം, ആ വ്യക്തിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ഒരു മുഖാന്തരമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ വചനങ്ങൾ ഇടാന്ന് പറഞ്ഞിരുന്നില്ലേ ബ്രദറെ ഗ്രൂപ്പില്? വചനങ്ങൾ ഗ്രൂപ്പിലിടണമെന്ന്. ഒരു സെക്കൻഡ് സിസ്റ്ററെ, ഞാൻ ഇന്ന് ഇട്ടേക്കാം സിസ്റ്റർ. ഇന്നലെ ഞാൻ വളരെ തിരക്കായിപ്പോയി. ഇന്നലെ തന്നെ നമുക്ക് പ്രയർ ചെയ്തത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്തായാലും സമാധാനത്തിന്റെ വചനം ഇടണം. ഒരു സെക്കൻഡ് ഒരുമിച്ച് പറയല്ലേ. നിങ്ങൾ ഒരുമിച്ച് പറയുന്നതാണ് നെറ്റ്വർക്ക് ഇത്രയും ജാം ആവുന്നത്. ഞാൻ ഇന്നും നാളെയായിട്ട് ഞാൻ വാക്യങ്ങൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് 2 ദിവസമായിട്ട് നമ്മുടെ 1 മിനിറ്റത്തെ പ്രാർത്ഥന എത്തിയിട്ടില്ല. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല 2 ദിവസമായിട്ട്. അപ്പോൾ അത്രത്തോളം ഞാൻ തിരക്കിലായിപ്പോയി. ഇന്നും നാളെയായിട്ട് ഞാൻ ആ വാക്യങ്ങൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലേക്കായിരിക്കും ഇടുന്നത്. പേഴ്സണലായിട്ട് ഇടത്തില്ല, ഗ്രൂപ്പിലേക്കായിരിക്കും ഇടുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾ കയറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? വേഗത്തിൽ പറയണേ. പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ, എന്റെ മോക്ക് ഭയങ്കര തലവേദനയും പനിയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പൊ നൈറ്റിലായിരുന്നു 1 മാസമായിട്ട് ജോലി. അപ്പൊ നൈറ്റിൽ ഇങ്ങനെ പോയി ഉറക്കൊളച്ചിരിക്കുന്ന കാരണം കൊണ്ടാ തലവേദന എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഗുളികയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഇവിടെയല്ല, നമ്മുടെ നാട്ടിലല്ല, ഇവിടെ ജോലി ചെന്നൈയിലാണ്. അപ്പൊ ഗുളികയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പൊ എന്നും വൈകിട്ട് ജോലിക്ക് പോകുന്ന കാരണം എന്നും തലവേദനയാ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിന് ഭയങ്കര ക്ഷീണമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗുളിക വേണ്ട, വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി
യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ജോലി ചെയ്യുന്ന ആ ഓഫീസിൽ എത്തണ വരെയും പറയാൻ പറഞ്ഞു. ബ്രദറെ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളേ, അത്ര നേരം പറഞ്ഞ് അവിടെ പോയിരുന്ന് ജോലി ചെയ്തിട്ട് ശരീരത്തിന് പ്രത്യേക ഒരു ഉന്മേഷവും അതുപോലെ പനിയും മാറി, തലവേദനയും മാറി. രാവിലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പ്രത്യേക ഒരു ശക്തിയും ബലവും എനിക്ക് ശരീരത്തിൽ വന്നു, ദൈവത്തിന് നന്ദി പറയണം. അമ്മ പ്രാർത്ഥിച്ചു, അത് ഞാനും പ്രാർത്ഥിച്ചു. പിന്നെ ഈ വേദന പോയത് തന്നെ ഞാൻ അത് ഓർക്കുന്ന പോലും ഇല്ലെന്ന്, തലവേദന ഉണ്ടായ കാര്യം ഓർക്കുന്നില്ലെന്ന്. കർത്താവിന് 1000 നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രേക്ഷ പറഞ്ഞ പോലെ തന്നെ വചനം പറഞ്ഞ് നമ്മൾ കുറച്ചു മുമ്പ് കേട്ട വചനത്തിൽ പറഞ്ഞ മക്കളെ ഉപദേശിക്കുക വചനം. അപ്പോൾ ജസ്റ്റ് മക്കളുടെ വചനം പറഞ്ഞു കൊടുത്ത് മകളത് പറഞ്ഞ് ഇപ്പോൾ കേട്ടതുപോലെ തന്നെ വലിയൊരു ഉന്മേഷവും ആ വചനം നമുക്കൊരു എനർജി തരും. വചനം നമുക്ക് ശരീരത്തിൻ്റെ മേൽ ബലവും പുഷ്ടിയും സൗഖ്യവും ആരോഗ്യം തരും. അതുതന്നെ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. സൗഖ്യം മാത്രമല്ല, ഒരു ബലവും കർത്താവ് കൊടുത്തു. കർത്താവ് ചെയ്ത സാക്ഷ്യത്തിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. സ്തോത്രം പാസ്റ്ററെ. ഞാൻ സൂരജാണ്. ഇന്നലെ എനിക്ക് ലിങ്ക് കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ചില വിഷമത്തിലും പ്രയാസത്തിലും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം ഒന്നെടുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 8:55 വായിക്കാൻ. ഞാൻ അന്നേരം ഓർത്തു, ഞാൻ ഹിന്ദുവിൽ നിന്ന് വന്ന അധികം അറിയത്തില്ല, അത്രയും വാക്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കറക്റ്റ് ആ 8:55 അത് ഉണ്ടായിരുന്നത് ആ വാക്യം. അന്നേരം അത് അന്നേരം വായിക്കാനാണ്. തീർച്ചയായിട്ടും ബ്രദർ, അങ്ങനെ ബ്രദറിന് ഇതുപോലെ ഉള്ളിൽ അങ്ങനെ വചനം വായിക്കാൻ ഒരു പ്രേരണ മനസ്സിൽ പെടുന്നുണ്ടെങ്കിൽ കർത്താവ് ബ്രദറിനോട് സംസാരിക്കുവാൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കുക, വചനത്തിലൂടെ ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വചനം വായിച്ചിട്ട് ബ്രദറിനൊന്നും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയണം, കർത്താവ് എനിക്കത് മനസ്സിലായില്ല, എനിക്കത് മനസ്സിലാകുന്ന രീതിയിൽ എന്നോട് ഇടപെടണം. അപ്പോൾ വീണ്ടും വീണ്ടും വചനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വചനത്തിലൂടെ ദൈവം ബ്രദറിനോട് സംസാരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് കുറേ വചനങ്ങൾ പിന്നെയും വന്നിട്ട് മനസ്സിലാകുന്നില്ലേ, കർത്താവ് എനിക്കത് വെളിപ്പെടുത്തി തരണം, എനിക്കത് മനസ്സിലാകുന്നത് പോലെ എന്നോട് സംസാരിക്കണമെന്ന് ആ വചനത്തിൽ നിന്ന് പിന്നെയും മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ചോദിക്കണം. എപ്പോഴാണോ ബ്രദറിൻ്റെ ഒരു ക്ലാരിറ്റി, എന്താണോ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നത് വരെ ബ്രദർ ചോദിച്ചുകൊണ്ടിരുന്നണം. അത് കർത്താവ് ബ്രദറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. അത് പ്രോത്സാഹിപ്പിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്തോ ഒരു സെക്കൻഡ് പറഞ്ഞു, ഒരു സെക്കൻഡ് ബ്രദറെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ബ്രദർ ഒന്നും കൂടെ ഓണാക്കിയിട്ട് പറഞ്ഞേ. ബ്രദറെ ഒന്നും കൂടെ ഒന്ന് ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട് എല്ലാവരെയും, ഒന്നും കൂടെ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞു. നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കാണുന്നെന്ന് പറഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പറഞ്ഞു ബ്രദറെ. ഹലോ, നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുന്നെന്ന് പറഞ്ഞു, അന്ന് സ്വപ്നങ്ങൾ കാണുന്നെന്ന് പറഞ്ഞില്ലേ. അത് ഈ ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് അത് കറക്റ്റ് റിയാലിറ്റി ആയിട്ട് നടന്നു വരുന്നുണ്ട്. ബ്രദറെ, അതിന് നമ്മൾ സ്വപ്നത്തിലൂടെ ദൈവം, അതാണ് ബ്രദറിൻ്റെ ജീവിതത്തിൽ കർത്താവ് ബ്രദറിന് ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബ്രദർ എന്ത് വെച്ചാൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു, വചനങ്ങൾ ബ്രദറിനോട് വായിക്കാൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എനിക്ക് കർത്താവെ എന്താണോ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് പോലെ എന്നോട് സംസാരിക്കണമേ. ഇനി വചനത്തിലൂടെ ആയിക്കോട്ടെ, ശബ്ദത്തിലൂടെ ആയിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും ഒരു രീതിയിലായിക്കോട്ടെ, എനിക്ക് മനസ്സിലാകുന്നത് പോലെ എന്നോട് വ്യക്തമായി സംസാരിക്കണമേ കർത്താവേ എന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് ഡയറക്റ്റ് ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. അപ്പൊ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെ ഒക്കെ ചിലപ്പോൾ ബ്രദർ കാണിക്കുന്ന ഒരു സ്വപ്നം ദൈവം കാണിച്ചിട്ട് ചിലപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രാർത്ഥിച്ചോട്ടോ. ബ്രദറെ, അവിടെ ഒരു സിസ്റ്റർ പറഞ്ഞല്ലോ, ഒരു ജലജ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിന് ഒരു വചനം കൊടുക്കാൻ ബ്രദറിനോട് പറഞ്ഞല്ലോ. അപ്പം പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തന്നെ ഈ ഒരു വചനമാണ് തന്നത്. ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു.
തീർച്ചയായിട്ടും സിസ്റ്റർ ആ വാക്യം ഒന്ന് ഗ്രൂപ്പിലോട്ട് ഇട്ടാണ് നമ്മുടെ ഇപ്പം ഈ ലൈവ് നടക്കുമ്പോൾ സിസ്റ്റർ ഇട്ടോണം. അയ്യോ എന്നിട്ട് ആ എനിക്ക് സഹോദരി അങ്ങനെ പറയാൻ അറിയത്തില്ല, ഇടാൻ അറിയത്തില്ല ബ്രദറെ. ഹബക്കൂക്ക് 1:5. ഹബക്കുക്ക് 1:5 സ്തോത്രം സിസ്റ്റർ, ആരെങ്കിലും സ്തോത്രം. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ കത്തോലിക്കരുടെ ബൈബിളിനകത്ത് ഈ വചനം മറ്റേ ബൈബിളിനകത്ത് നോക്കുമ്പോൾ ഇച്ചിരൂടെ വ്യത്യാസം കാണും. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്പ് ഇരിക്കുന്ന ആരാണോ സെൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്, ഹബക്കുക്കിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വേഗത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രശ്മി സഹോദരി അത് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. റീത്ത സഹോദരി ഇട്ടിട്ടുണ്ട് ഹബക്കുക്ക് 1:5. ആ സഹോദരി കുറച്ചു മുമ്പ് പറഞ്ഞ സഹോദരി ആ വാക്യം എടുത്തുകൊണ്ട് ആ കുടുംബത്തിന് കൊടുക്കുക. ആ വാക്യം ഒരു ആലോചന പോലെ എടുത്ത് കൊടുക്കുക. കർത്താവ് ഇടപെടും. അതുകൊണ്ട് സിസ്റ്ററെ അത് എല്ലാവരും ഇട്ടിട്ടുണ്ട് ആ വാക്യം. ആമേൻ, കർത്താവ് ആമേൻ. അത് പ്രയോജനപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്ക് കേട്ടോ. ബ്രദറെ മറ്റാരെങ്കിലും ബ്രദറെ ഒന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നു. ബ്രദറെ പറഞ്ഞു എനിക്കൊന്ന് പറയാനുണ്ട്. ബ്രദർ പറഞ്ഞു സിസ്റ്റർ കേൾക്കുന്നുണ്ടാ? പറഞ്ഞു. നേരത്തെ ബ്രദർ ഒരു ശാരദന്റെ പേര് പറഞ്ഞിട്ടില്ലേ? ഒരു ഉം, ശാരദ, ഉം. അത് എന്റെ അമ്മയാണ്. പക്ഷെ അവര് മരണപ്പെട്ടു പോയി. അപ്പൊ അത് ഏറ്റെടുക്കണോ? ജീവനുള്ള ആളാ, ഹലോ. ജീവനുള്ള ആളാ, ജീവനുള്ള ആ ആളാ. സോറി. അതെയാ, സോറി. ആ സോറി. കുഴപ്പമില്ല, ഓക്കെ. കുഴപ്പമില്ല. അടയാളം ശ്രദ്ധിച്ചോണം പറയുന്നത്. എന്തോ ബ്രദറെ ഉം, ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. ആൻവിക ആൻക എന്നോ എങ്ങാണ്ട് അവസാനം ഒരു പേര് പറഞ്ഞു. അതെന്റെ ആങ്ങളയുടെ കൊച്ചുമകളാണ്. ഉം. ആൻവിക എന്നാ ഞങ്ങള് പേര് വിളിക്കുന്ന. അനിക. ആ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന കുടുംബത്തെ കർത്താവിൻ്റെതായിട്ടൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി അവരുടെ പറഞ്ഞോണം. ആ മോള് മുഖാന്തരം മോളെ ദൈവം ഈ ദിവസങ്ങളിൽ തൊടാൻ പോവാ. അപ്പൊ അത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കുഞ്ഞാണ് അതാ കുഞ്ഞാണ് പറഞ്ഞത്. ആ കുഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊച്ചാണ്. ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തിന്റെ അകത്തൊരു പ്രവൃത്തി ചെയ്യാൻ പോവാ. ആ കുടുംബം, അതായത് ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോവാ. അത് നമുക്ക് ചിലപ്പം കാണാവുന്ന രീതി ദൈവമാണ് ഇത് ചെയ്തതെന്നും ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതൽ കാണിക്കാൻ വേണ്ടിയായിരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വരാൻ ഒരു മുഖാന്തരമായിരിക്കും. ആ കുഞ്ഞു മുഖാന്തരം ആ കുടുംബത്തിൽ കർത്താവ് തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോവാണ്. പ്രാർത്ഥിച്ചോണം, അവരോട് പറഞ്ഞോണം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കുഞ്ഞിനെ കർത്താവ് കുഞ്ഞു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വഴിത്തിരിവ് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് ചെയ്യും കേട്ടോ. ആമേൻ ആമേൻ. ആമേൻ. ഏറ്റെടുക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ എന്തോ എന്റെ മോനാണെങ്കിലേ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഭയങ്കര ചുമയായിരുന്നേ. ഒരു സെക്കൻഡ്, എല്ലാം ഒരുമിച്ച് പറഞ്ഞു. മോന് ഭയങ്കര ചുമയായിരുന്നു. ഒരു ശ്വാസം മുട്ടലിന്റെ ഒരു അവസ്ഥയിലോട്ട് പോവുകയായിരുന്നു. ഞാനാണെങ്കിൽ വചനം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് അവനാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇടയാക്കിയ ദൈവം. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അതേപോലെ ആണെങ്കിൽ ഞാനൊരു വിഷയത്തിന്മേൽ വലിയ ഒരു ഭാരപ്പെട്ട് ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ ബ്രദറിന്റെ ഈ വചനങ്ങൾ കേട്ടത് തൊട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ടായി. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത സമാധാനത്തിന് നന്ദി പറയുന്നു. കർത്താവ് കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. സിസ്റ്ററെ, ഇനിയും വചനം പറഞ്ഞ് കർത്താവുമായിട്ട് കണക്റ്റഡ് ആകുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ബ്രദറെ എനിക്കൊരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. എന്റെ നാത്തൂനും മോളും കൂടെ മസ്കറ്റിൽ നിന്ന് വന്നിരുന്നു ഇവിടെ. നാത്തൂനൊരു സ്ട്രോക്ക് ആയിട്ട് കഴിഞ്ഞ വർഷം ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പോയതാ. 7 മാസം ചെക്കപ്പിന് വന്നതായിരുന്നു. പരുമലയിലാണ് പോകേണ്ടത്. അപ്പൊ പോകാൻ സമയത്തൊക്കെ ഞാൻ ആ ഒരു സർജറി കഴിഞ്ഞ സമയത്തൊക്കെ വചനം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടാവല്ലേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിവരങ്ങളെല്ലാം അവരോട് പറയും. പക്ഷെ അവരെ ക്രിസ്ത്യാനിയാക്കാനൊന്നും പറഞ്ഞ ആരും എൻ്റെ അടുത്തിട്ട് അടുക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നോണ്ടെങ്കിലും എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടിരുന്ന എന്റെ കർത്താവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഇവരിവിടുന്ന് ഒരുപാട് ഭാരമായിട്ടാണ് പോകുന്നത്. ഇപ്പൊക്കെ ഞാൻ പറഞ്ഞു, അവരുടെ നേരിട്ട് പറഞ്ഞു, യേശു
യേശുവിന്റെ നാമത്തിൽ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. അവിടെ അഡ്മിറ്റ് ആക്കത്തില്ല. അവർ നോക്കുമ്പോഴേ സ്കാൻ ചെയ്യുമ്പോഴേ ഈ ശരീരത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിടുമെന്നൊക്കെ പറഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ അതുപോലെ തന്നെ അവർ തിരിച്ചു വന്നു. ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിള്ളേരെ പോലും എൻ്റെ അടുത്തോട്ട് വിടത്തില്ല. ഞാൻ ഈ ബൈബിളിന്റെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ അവരെ മാറ്റുമെന്നും പറഞ്ഞ് അവരുടെ വീട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അമ്മ എവിടെയാണ് കിടക്കുന്നത്. ഇപ്പം അവർ ഇന്നലെ മസ്കറ്റിന് പോയി. മസ്കറ്റിന് പോകാൻ നേരത്തെ അവർ സാധനങ്ങളെല്ലാം ഇങ്ങനെ പറക്കുകയും വെയിറ്റ് ഒക്കെ നോക്കി പറക്കി വെക്കുകയൊക്കെ ചെയ്ത് പറക്കി വെച്ചോണ്ടൊക്കെ ഇരുന്നപ്പോൾ വെയിറ്റ് കൂടുതലാന്ന് പറയും. 10 കിലോ കൂടുതലുണ്ട്, ഇതിന് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന്റെ പുസ്തകം നീറ്റിന്റെ പുസ്തകമാണ്, 2 എണ്ണവും കൂടെ ഒരു 10 കിലോയെങ്കിലും കാണും. അപ്പൊ അവരത് കൊണ്ടുപോകാതെ ഇരിക്കാനൊക്കത്തില്ല, വെക്കാനും ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കവറിലിട്ട് മോളങ്ങ് ദേഹത്തോട്ട് ചേർത്തത് ഫയൽ പോലെ പിടിച്ചോണ്ട് യേശുവിന്റെ നാമത്തിൽ ഇത് പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതമായിട്ട് പറഞ്ഞു, മോളത് പറയണോന്ന് പറഞ്ഞു. പറഞ്ഞാൽ നിനക്കിത് പിടിക്കത്തില്ല, നിനക്ക് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാം അന്നേരം എന്നെ കളിയാക്കി ചിരിച്ച്. എങ്കിലും ഒരു വെയിറ്റ് ഒക്കെ നോക്കി കാശൊക്കെ മാറി വെച്ചോണ്ട് പോയി. അഡീഷണൽ അടയ്ക്കണമെങ്കിൽ കൊടുക്കാന്നും പറഞ്ഞ് ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഇറങ്ങി ഒന്നും അവരുടെ നോക്കിയതും ഇല്ല. 11 കിലോ അധികം കൊണ്ടുപോയി. എന്നിട്ട് ഒന്നും അവരുടെ നോക്കിയില്ല. ഈ പുസ്തകം ആ കുഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ 2 ബുക്കുകൾ ദേഹത്തോട്ട് ചേർത്ത് വെച്ചോണ്ട് പോയി. അതിനോട് ചോദിച്ചത് പോലില്ല എന്തുവാണെന്നൊന്നും. എല്ലാം കയറ്റി വിട്ടു, ഒന്നും അഴിച്ചു, ഒന്നും നോക്കിയില്ല. ഒരു അഡീഷണൽ പൈസ ഒന്നും കൊടുത്തില്ല. യേശുവിന്റെ നാമം പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ലാതെ പോയി ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ള കർത്താവിനെ പറ്റി പറയുമ്പോൾ അവരെന്ത് പറയുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമുക്കൊരു കാര്യം ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ പറയുന്ന കർത്താവ് യേശുവിൻ്റെ വചനം അവരുടെ സ്ഥിതികളെ മാറ്റും. അവരിപ്പോൾ കളിയാക്കിയേക്കാം, അവർ പരിഹസിച്ചേക്കാം, പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞോണം, കർത്താവ് കൂടെ നിൽക്കും. മറ്റാരും നിന്നില്ലെങ്കിലും ബ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവർ പരിഹസിച്ചു, പക്ഷെ കർത്താവ് കൂടെ നിന്നു. പ്രിയമകൾ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ കാര്യങ്ങളെ കർത്താവ് അത് ചെയ്തു കൊടുത്തു, സാക്ഷ്യമാക്കി മാറ്റി. അതുകൊണ്ട് ധൈര്യത്തോടെ ഇനിയും പറയുക, ആരോടും ഞാൻ പറയുന്നു, ധൈര്യത്തോടെ പറയുക, ആളുകളെ നോക്കണ്ട, യേശുവിനെ നോക്കി പറയുക, കർത്താവ് കൂടെ നിൽക്കും. ഈ സാക്ഷ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഇസ്രായേൽ. ആമേൻ. ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ശരിക്കും പറഞ്ഞ ദൈവഹിതമാണോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുവാണേ. എന്താ ഇസ്രേ? അല്ല ബ്രദറെ, നമ്മൾക്ക് ഇപ്പൊ ഒരു ഇത്ര kg കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇപ്പൊ നമ്മൾ അങ്ങനെ ഓവർ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവഹിതമാണോ? എനിക്ക് എന്റെ അറിവ് കൊണ്ട് ചോദിക്കുക. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഇസ്രേ, നമുക്ക് ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ചില ഫേവറുകൾ ദൈവം ചെയ്യും. ഇപ്പം സിസ്റ്റർ അത് പറഞ്ഞു, അവരൊരു പരിഹാസമാക്കി മാറ്റി. പക്ഷെ വേണമെങ്കിൽ കർത്താവ് ചെയ്യാതിരിക്കാം. പക്ഷെ അവിടെ ആ സഹോദരി പറഞ്ഞതിനെ ദൈവം എന്ത് ചെയ്തു? കൂട്ടി ഉറപ്പിച്ചു കൊടുത്തു. കാര്യം അവരിപ്പം ആ ഒരു നമ്മൾ യേശുവിനെ പറഞ്ഞ നിമിത്തം അവരൊരു പരിഹാസമായല്ലോ. പരിഹാസമായപ്പോൾ നമ്മൾ ചിലപ്പം പറയില്ല കർത്താവ് അത് ചെയ്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർക്കൊരു വിശ്വാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഇപ്പം ഞാൻ കുവൈറ്റിൽ ഒരു പ്രാവശ്യം സുവിശേഷം പറയാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ തന്നെ എന്താ പറയുന്നത്, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായെന്ന് പറഞ്ഞാൽ ഞാനത് കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തി. സുവിശേഷം എല്ലാം പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് എമിഗ്രേഷൻ്റെ ആ സമയത്ത് എന്തോ ലഗേജിൻ്റെ പ്രോബ്ലം ഉണ്ടായി. ഇതേപോലെ തന്നെ എനിക്കത് കയറാൻ പറ്റിയില്ല. എനിക്ക് അന്നത്തെ ദിവസം ഫ്ലൈറ്റ് മിസ്സായി. നിങ്ങൾക്കറിയാം, വിസിറ്റ് വിസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം എനിക്ക് മാറി. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നമ്മൾ ദൈവനാമത്തിൽ വന്നു, കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം പറയാൻ വേണ്ടി വന്നു, പക്ഷേ വിസ കട്ടായിപ്പോയി. എനിക്ക് പിന്നെ നമ്മൾ ഇല്ലീഗലാണ്. ആ വിസ തീർന്നാൽ പിന്നെ നമുക്ക് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന പറഞ്ഞ് പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളത് ഇല്ലീഗലാണ്. അവിടെ നിമിഷം വല്ല വിസ തീർന്നു. അപ്പം ഞാനത് പിറ്റേ ദിവസം അവിടെ ചെല്ലുന്ന സമയത്ത് ഇതേപോലെ തന്നെ എമിഗ്രേഷനിൽ എന്നെ ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞു അവർ പെനാൽറ്റി കെട്ടേണ്ടി വരും. അത് അവിടുത്തെ നിയമം അതാണ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ഏത് കാരണമായിക്കോട്ടെ, നമ്മുടെ കുഴപ്പമായിക്കോട്ടെ, ഇനി അവരുടെ കുഴപ്പമായിക്കോട്ടെ, എന്തുവാണെങ്കിലും അവിടെ പെനാൽറ്റി കെട്ടണം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പെനാൽറ്റി കെട്ടാൻ, എൻ്റെ കുഴപ്പമല്ല, പെനാൽറ്റി കെട്ടാൻ നിയമപ്രകാരം പെനാൽറ്റി കെട്ടണം അവിടെ, അതങ്ങനെയാണ് നിയമം. പക്ഷേ ഞാൻ പെനാൽറ്റി കെട്ടിയില്ല. അവിടേക്ക് സീല് വെച്ച് വന്നു. അവിടുത്തെ ട്രാവൽ ഏജൻസി പറഞ്ഞു 25 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസിൽ ഇന്നേ വരെ ഒരു വ്യക്തിയെ പോലും അവരങ്ങനെ വിട്ടിട്ടില്ല അവരുടെ ഹിസ്റ്ററിയിൽ, 25 വർഷത്തെ എക്സ്പീരിയൻസിൽ. പക്ഷെ ദൈവം ഒരു ഫേവർ ചെയ്തു. എനിക്കത് അതിശയ കാര്യം. എനിക്ക് കൊണ്ടുപോയ ആൾക്കാരോട് പറഞ്ഞു, ഇത് പെനാൽറ്റി ആകുമെന്ന് പറഞ്ഞ് പൈസ വരെ തന്നതാ, പക്ഷെ പെനാൽറ്റി കൊടുത്തില്ല. അങ്ങനെ പെനാൽറ്റി കിട്ടേണ്ടതാ, എനിക്ക് മിസ്സായി. അപ്പം ആ ഒരു ചില സമയങ്ങളിൽ നമുക്കൊരു ഫേവർ വരും. അപ്പം നമ്മൾ എപ്പോഴും നമ്മളത് ഉപയോഗിക്കരുത്. ചില സമയങ്ങളിൽ നമുക്കൊരു ഫേവർ ചെയ്യും, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവം അങ്ങനെ ചെയ്യും, പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യത്തില്ല. ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ ചിലപ്പോൾ ആ പരിഹാസത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവം ഒരു ഫേവർ ചെയ്തു.
നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ എനിക്ക് സാക്ഷ്യമുണ്ട്. എനിക്ക് അതിനുമ്പ് ഒരു കാര്യം കൂടി ബ്രദറെ, ഹലോ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് അതിനുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു സാക്ഷ്യം പറയാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് ചോദിച്ചൊരു ചോദ്യത്തില് ശാസ്ത്രീയമായൊരു വശം കിടപ്പുണ്ട്. നമ്മൾ കള്ളത്തരത്തില് ഒരിക്കലും ഇപ്പൊ ബ്രദർ അതിന്റെ ഉത്തരം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കാര്യം കർത്താവിന്റെ ഹിതപ്രകാരം അവര് അനുവദനീയമായിട്ടുള്ള അത് പെർമിസിബിൾ ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ തൂക്കം കൊണ്ടുപോയി. അതേസമയം ഇതിപ്പോ ഒരു 200 അല്ലെങ്കിൽ 300 യാത്രക്കാരുള്ള ഒരു വിമാനത്തിൽ എല്ലാവരും അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കള്ളത്തരത്തിൽ അല്ലാതെ ഞാൻ ഇതിൽ പറഞ്ഞതല്ല, കള്ളത്തരത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അത് ശാസ്ത്രീയമായ വശമാണ്. കാര്യം ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റ് ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഞാനത് ജസ്റ്റ് അത് നമ്മളെ ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് സിസ്റ്റർ ഗീത സിസ്റ്റർ പറഞ്ഞതിനനുസരിച്ച് പ്യുവർലി കർത്താവിന്റെ ഹിതമാണത്. കർത്താവിന്റെ ഹിതം നിറവേറുന്ന സമയത്ത് കർത്താവ് അതിനെ ബാക്കി കാര്യം ചെയ്തോളും. ബ്രദറെ, കർത്താവിന്റെ ഹിതം തന്നെയായിരുന്നു. എല്ലാ തവണ അവര് വരുമ്പോ അഡീഷണൽ പൈസ അടച്ചായിട്ട് ലഗേജിന്റെ കൊടുത്തിട്ടാ വരുന്നത്. അവര് അതിന്റെ രൂപയും മാറി വെച്ചോണ്ട് പോയി. എങ്കിലും ഈ നീറ്റിന്റെ 2 പുസ്തകം അതിൽ കൈവെച്ച് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഇത് പോവുമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ആ ബുക്ക് 2 പോയത് കർത്താവിന്റെ ഹിതം കൊണ്ട് മാത്രമാണ്. എന്തെല്ലാം അതിനകത്ത് ഭാരം കൂടിയെന്ന് പറഞ്ഞാലും കർത്താവ് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചത്. ആ കുഞ്ഞിന് ആ ബുക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഒക്കത്തില്ല. നീറ്റിന്റെ പുസ്തകത്തിന്റെ വെയിറ്റ് അങ്ങേക്ക് അറിയാമല്ലോ. കർത്താവ് അവിടെ ഞാനൊരു കാര്യം കൊണ്ടൊന്നുകൂടെ പറഞ്ഞിട്ട് അന്ന് ക്ലോസ് ചെയ്യാം. അതായത് തന്നെ ഒറ്റ കാര്യം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തോട്ടത്. അപ്പം ഇത് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ആ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ചില സമയങ്ങളിൽ കർത്താവ് ഒരു ഫേവർ നമുക്ക് വേണ്ടി ചെയ്യും. ഞാനത് പറഞ്ഞത് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാം. ചില സമയങ്ങളിൽ ഇപ്പൊ സിസ്റ്റർ അത് പ്രാർത്ഥിച്ച് അപ്പം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു ടൈമിൽ അവരുടെ വിശ്വാസം ഇനി നാളെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവരിനി ആ ഫ്ലൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ അത് അവരുടെ മനസ്സിൽ നിൽക്കും. കാര്യം ഒരു തവണ പ്രാർത്ഥിച്ച് പറഞ്ഞത് അങ്ങനെ ചെയ്തു. കർത്താവ് ആ കാര്യത്തിൽ കൂട്ടുതന്നല്ല, ആ ഒരു കാര്യം ദൈവം അസാധ്യമായ ഒരു കാര്യത്തെ ദൈവം ചെയ്തു കൊടുത്തു. എപ്പോഴും ചെയ്തു കൊടുക്കത്തില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വേണ്ടി മാത്രം നമ്മൾക്കത് തെറ്റ് പ്രോത്സാഹിപ്പിക്കുകയല്ല, ആ ഒരു ടൈമിൽ മാത്രം കർത്താവ് അത് ചെയ്തു കൊടുത്തു. ആ ഒരു ഫേവർ ദൈവം ചെയ്തു. അത് നമ്മുടെ വിശ്വാസം എന്ന് ഉറപ്പിക്കുകയുണ്ട്. അപ്പം നമ്മൾ ലോകപ്രകാരം ബൈബിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ പൗലോസ്ലീഹ സഭയെ മുടിപ്പിച്ച ആളാണ്. സ്ത്രീകളുടെ മുടുക്കത്തിൽ പിടിച്ചഴിച്ചുകൊണ്ട് അവരെ കാരാഗ്രഹത്തിൽ അടച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ നാളെ മുതൽ സുവിശേഷം പറയാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം പല നെക്സലൈറ്റുകളും തല വെട്ടിക്കളഞ്ഞ പല നെക്സലൈറ്റുകളും മാനസാന്തരപ്പെട്ട് പിറ്റേ ദിവസം ഒരു സുവിശേഷം വരുന്ന വാർത്ത നമുക്ക് ടെസ്റ്റിമണി യൂട്യൂബിൽ കിടക്കും. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ വിവേചിക്കും? നമ്മൾ പറയത്തില്ല ഈ കഴിഞ്ഞ 2000-ലാണല്ലോ ഇയാള് എത്രയോ പുരോഹിതന്മാരെ കഴുത്തറുത്ത, ഇന്ന് അദ്ദേഹം പറയുന്നു യേശു എന്നെ തൊട്ടു, എനിക്ക് തെറ്റ് മനസ്സിലായി, ഞാനിപ്പോ സുവിശേഷകനായിട്ടിരിക്കുന്നു, യേശുവെ നന്ദി എന്ന് പറയുമ്പോൾ കർത്താവ് എങ്ങനെയാണ് അവനെ യേശു മാറ്റിയത്? അപ്പൊ കർത്താവ് തെറ്റിന് കൂട്ടുവന്നല്ല, എപ്പോഴും ഓർത്തോണം ദൈവം അവന്റെ മേലെ ഒരു ഫേവർ ചെയ്തതാണ്. ആ ഒരു ടൈമിൽ ദൈവം പലപ്പോഴും ചില കാര്യങ്ങളിൽ ദൈവം ഒരു ഫേവർ ചെയ്യും. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല, ചില ടൈമിങ്ങളിൽ മാത്രം, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ മാത്രം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ ബൈബിളിൽ പലയിടങ്ങളിലും അങ്ങനെ കുറെ ആൾക്കാർക്ക് സംശയങ്ങൾ വരുമ്പോൾ ഞാനത് പറയാറുണ്ട്, അത് ദൈവം ചില സമയങ്ങളിൽ ചെയ്യും. കർത്താവ് അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ദൈവത്തിന് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്, ദൈവത്തിന് അതിൻ്റെതായിട്ടൊരു പദ്ധതിയുണ്ട്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കൽ എപ്പോഴും അത് ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും എപ്പോഴും ചെയ്യത്തില്ല. ആ ഒരു ടൈമിങ്ങിൽ ദൈവം അത് ചെയ്യുന്നതാണ്. ആ ഒരു ഇതിനു വേണ്ടി, പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കരുത്. ലഗേജ് കൂടുതൽ എടുത്തിട്ട് കർത്താവ് അത് ചെയ്തോളെന്ന് പറയരുത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അവർ വിശ്വാസികളല്ല. ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ വിശ്വാസികളല്ല. പക്ഷെ സിസ്റ്റർ പറഞ്ഞു ഒരു മിറക്കിൾ നടക്കും, ഞാനത് പ്രാർത്ഥിച്ച് തരുന്നു, എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്. പക്ഷെ ഈ പ്രാവശ്യം ആ ഒരു ബുക്കിന്റെ കാര്യം പറയുന്നത്, അല്ലാതെ വേറെ ലഗേജ് അല്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത് സ്വർണം കിടത്തുമൊന്നുമല്ല. ഒരു ലഗേജ്, ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ വെയിറ്റ് ചിലപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ആയി കാണത്തില്ല. ചിലപ്പോൾ അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ദൈവം അങ്ങനെ ചെയ്ത് കാണും, അതിൻ്റെ ഒരു വെയിറ്റ് തോന്നിപ്പിച്ച് കാണത്തില്ല. ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം അവർ പരിഹസിച്ചുകൊണ്ട് മാത്രം അവർ കാണുക ദൈവം ഒരു പ്രവൃത്തി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വിശ്വാസനായി അതൊരു ബുക്കാണ്. ആ ബുക്കിന്റെ വെയിറ്റ് ചിലപ്പോൾ കൗണ്ടിൽ വന്നു പോലും കാണത്തില്ല. അത് ശ്രദ്ധിച്ചോണം. അപ്പം ഇത് ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി ഇനി സംസാരിക്കുന്നില്ല. കാരണം ഇത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് സ്റ്റോപ്പ് ചെയ്യണമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു, വചനപ്രകാരവും ഞാൻ പറഞ്ഞു, എനിക്കുണ്ടായ എക്സ്പീരിയൻസും പറഞ്ഞു. ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല, ഇത് ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യും. നമ്മളോട് വെച്ച് നോക്കിയാൽ നമ്മൾ ഇതിന് വല്ല യോഗ്യരാണോ? അല്ല, നമ്മൾ ഒന്നിനും യോഗ്യരല്ല.
ദൈവത്തിൻ്റെ ഫേവറാ പലപ്പോഴും നമ്മളെ നിർത്തുന്നത്. നമ്മളോട് നോക്കിയാൽ നമുക്ക് ദൈവത്തിനെ നിൽക്കാൻ പോലും യോഗ്യതയുള്ളവരല്ല. എല്ലാവരും ചിന്തിച്ച് നോക്കി, നീതിമാൻ ഒരുത്തം പോലും ഇല്ല, എല്ലാവരും കൊള്ളരുതാത്ത. പക്ഷെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകി നമ്മളെ നീതീകരിച്ചു. നമ്മളെ ദൈവം നിർത്തിയത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതും. എപ്പോഴും അത് ഓർമ്മ വേണം. എപ്പോഴും കൃപയാണ്. എന്നാൽ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ല. എന്നാൽ ചില സമയങ്ങളിൽ ദൈവം ചില ഫേവറുകൾ ചെയ്യും. അത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കത്തില്ല. ഇതിനെപ്പറ്റി ഇനി ആരും സംസാരിക്കേണ്ട. കാര്യം ഞാനിത് ലൈവിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലും സംസാരിക്കാറില്ല, പ്രോത്സാഹിപ്പിക്കത്തില്ല. കാര്യം ഇതിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ പല ആൾക്കാരും ഇത് കാണും, പിന്നെ ഇതിൻ്റെ പുറകെ പിടിക്കാൻ പറ്റത്തില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ഒരു വിഷയം എടുക്കുമ്പോൾ ഞാനത് കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ ഈ സമയത്ത് സാക്ഷ്യം പറഞ്ഞാട്ടെ. പ്രാർത്ഥന നമുക്ക് വേഗത്തിൽ നിർത്തേണ്ടതാണ്. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാണ്ടേ ബ്രദർ. പിന്നെ ബ്രദർ തലമുറ കിട്ടുന്നതിനുള്ള വചനം ഒന്ന് ഇട്ടു ബ്രദർ. സിസ്റ്റർ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് നമ്മുടെ പ്രാർത്ഥന തന്നെയുണ്ട്. അതിൽ ഇന്ന് നാളെയായിട്ട് ഞാൻ ഇട്ടേക്കും. അല്ല, ഇപ്പൊ തന്നെ ഞാൻ ആ വാക്യങ്ങൾ മൊത്തം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തലമുറയ്ക്കുള്ള വചനമുണ്ട് കേട്ടോ. ഒരു കാര്യം, അതായത് എൻ്റെ മകള്, ചെറിയ മോള് 10ാം ക്ലാസ് പഠിക്കുക. അപ്പൊ അവളുടെ ക്ലാസ്മേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകുട്ടി. അവളുടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇന്നാണിപ്പോ പറയുന്നത്, ഇവളുടെ, അതായത് കൂട്ടുകാരിയുടെ അച്ഛന് കിഡ്നിക്ക് എന്തോ ഒരു ഡിസീസ് ഒക്കെ ആയിട്ട് ഇവള് വന്ന് വല്ലാത്ത സങ്കടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഇവള് കർത്താവിന്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിന്റെ അടിപ്പണകളാൽ സൗഖ്യം വന്നിരിക്കുന്നു പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഗതി. ഇന്ന് അവള് വന്ന് പറയാം, അവള് വന്ന് മറ്റേ കൂട്ടുകാരി വന്ന് പറഞ്ഞ് അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛന് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് കർത്താവ് വചനത്തിലൂടെ അത്ഭുതം പ്രവർത്തിച്ചതിനോട് നന്ദി പറയുന്നു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കേട്ട സാക്ഷ്യം പോലെ തന്നെ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ മകളോട് പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു, പറഞ്ഞു കൊടുത്തു. തിരിച്ചു വന്ന റിസൾട്ടും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. ഇതാണ് കർത്താവിൻ്റെ നാമത്തിൽ വചനം പറയുമ്പോൾ സംഭവിക്കുന്നത്. ആ വചനത്താൽ നമ്മളെ ദൈവം സാക്ഷിയാക്കി മാറ്റും. ഇനിയും ഇതേപോലെ പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്റെ മോള് സുഖമില്ലാതെ കിടക്കുക. അവൾക്ക് അഡിനോമയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇവിടെ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. മോൾ അടുത്തുണ്ടോ? ഇല്ല, അവള് എന്റെ വീട്ടിലല്ല, അവളുടെ വീട്ടിലാ. അതൊരു ഒരു മണിക്കൂർ ദൂരെയാ. ഓക്കെ, ഇനി ഞാനിപ്പോ ഒന്ന് പ്രാർത്ഥിക്കാം. മോളുടെ അടുത്ത് പോയിട്ട് കൈ വെച്ചിട്ട് പറയണം, യേശു ക്രിസ്തുവിന്റെ മുറിവ്. മോൾക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല എന്താ അസുഖത്തിന്റെ, എനിക്കറിയത്തില്ല. അല്ല, മോൾക്ക് പറ്റും. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം അത് യൂട്രസിന്റെ ഒരു കണ്ടീഷൻ, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ്. അത് വരുമ്പോ ഭയങ്കര വേദനയാ. നിങ്ങൾ ഈ രോഗം പറയുന്ന കൂട്ടത്തിൽ അത് എന്തോന്നും കൂടെ ഒന്ന് പറയണം. കാരണം എനിക്കറിയത്തില്ല രോഗങ്ങളെ പറ്റി. അതുകൊണ്ട് സിസ്റ്റർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോളോട് പറയണം, കർത്താവ് യേശു നിന്റെ ഈ രോഗത്തെ, ഇന്ന് അനുഭവിക്കുന്ന മോളുടെ രോഗത്തെ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. കൈ വെച്ചോണം. മോളുടെ ഉദരത്തിൽ കൈ വെച്ചിട്ട് വേണം. നിനക്ക് ദൈവം തലമുറകളെ തരും. ആ വചനം അറിയാലോ, തലമുറകൾ കിട്ടുന്ന വചനം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഞാൻ. അത് മോളെ കൊണ്ട് പറയുകയാണ്. ഞാനിപ്പോൾ സിസ്റ്ററെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മോളുടെ മേൽ പോയി കൈ വെച്ചോണം. പൂർണ്ണ സൗഖ്യം അപ്പം തന്നെ സംഭവിക്കും. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ആ സൗഖ്യത്തിൻ്റെ ശക്തി പ്രിയമകളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ആ വചനം അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ യേശുവെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ സൗഖ്യവും ഉദരത്തിൻ്റെ അകത്ത് തലമുറ ഉരുവായി വരട്ടെ കൽപ്പിക്കുന്നു. ഈ അഭിഷേകത്തോടെ ഞങ്ങൾ പ്രിയമകളെ അയക്കുന്നു, ഈ ബലത്തോടെ അയക്കുന്നു. ചെന്ന് കൈവെക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാക്ഷ്യമായിട്ട് പ്രിയമകൾ തീരട്ടെ. കർത്താവിൻ്റെ അതിശയകരമായ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ. ആമേൻ. കർത്താവിൻ്റെ പറഞ്ഞു. ഹലോ ബ്രദർ, അതെ ഞാൻ എന്റെ അനിയന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനാ സഹായം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രദർ പ്രാർത്ഥിക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൂമിൽ കയറാറുള്ളത് ഞാനല്ല, അമ്മയാണ് കയറാറ്. പക്ഷെ അവന്റെ കാര്യം ഇപ്പൊ ഭയങ്കര ഒരു ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുകയാണ്. അവന് ഫ്രാൻസിലേക്ക് പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഇപ്പൊ ആകെ അവസാന നിമിഷമായി. അവന് ലോണും ശരിയായിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. ആകെ ഒരു ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങള് 3 പേരും പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ഇന്ന് ഇരിക്കണുണ്ടായിരുന്നേ. അത്
എന്താ ഇനി ചെയ്യണ്ടേന്ന് പോക്ക് വേണ്ടാന്ന് വെക്കണോ അതോ പോണോ എന്താണ് ഈശോയുടെ ഇതെന്ന് അറിയാനാണ് ഇപ്പൊ ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. വിദേശത്ത് പോകുന്നതിന് ചോദിച്ചാണോ? വിദേശം വെച്ചാൽ ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോണ കാര്യം. അതിന് ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ലോൺ ഇപ്പോ എന്താ പറയാ കിട്ടോ കിട്ടില്ല എന്നുള്ള അതും ഒരു തീരുമാനം ഇല്ല. പിന്നെ ഒരു 5.5 ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തു ഓൾറെഡി ഫീസ്. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥന: കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ വാക്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പാമ്പുകളെയും തേളുകളെയും, ആ വാക്യം അറിയാമല്ലോ അല്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലവിട്ടും ചവിട്ടാൻ കർത്താവിന് കയറിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി സകല കാര്യങ്ങളും അനുകൂലമായതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അങ്ങനെ തന്നെ ഈ ദിവസം ഒന്നും ചിന്തിക്കേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എന്തെങ്കിലും അതിൻ്റെ അകത്ത് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, സിസ്റ്റർ വാക്യം അയച്ചിട്ടുണ്ട് റീത്ത സഹോദരി, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് അവിടെ നിന്ന് മാറി അതിനുവേണ്ടിയുള്ള വാതിൽ തുറക്കും. ഈ ദിവസം ഭാരപ്പെടേണ്ട. ഒരു വഴി അടഞ്ഞ ദൈവം മറ്റു വാതിലിനെ തുറക്കുവാൻ ശക്തനാണ്. ദൈവം അത് ചെയ്യും കേട്ടോ. ബ്രദറെ, ആ സിസ്റ്റർ പറഞ്ഞപ്പോ കർത്താവ് ഒരു വാക്യം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് യെശയ്യാവ് 58:14 വാക്യാണ്. നീ യഹോവയിൽ പ്രമോദിക്കും, ഞാൻ നിന്നെ ദേശത്തിൽ ഉന്നതങ്ങളിൽ വാഹനമേറ്റ് ഓടുമാറാക്കും എന്നുള്ള വാക്യം. അത് ആ വാക്യം ഒന്ന് സിസ്റ്റർ എന്ന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേ. ആ വാക്യം എനിക്കറിയില്ല അയക്കാനായിട്ട്. ഇതിലിട്ടാ മതിയോ? ചാറ്റ് ചെയ്താൽ മതിയോ? യെശയ്യാവ് 58:14. യെശയ്യാവ് 58:14 ആ വാക്യം ഒന്ന് ഗ്രൂപ്പിലിട്ട് ഇതിനകത്തിട്ടേക്ക് സിസ്റ്റർ. ആ വാക്യം ഇപ്പം പറഞ്ഞ സിസ്റ്റർ 58 റീത സഹോദരി ഇട്ടിട്ടുണ്ട്. ആ വാക്യം വെച്ച് പ്രാർത്ഥിച്ചു. ആ സഹോദരി ആ വാക്യം വെച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് വാഹനമേറ്റു എന്നുള്ള വാക്യം വെച്ച് പ്രാർത്ഥിച്ചോണം. രാജ്യങ്ങളുടെ നന്മ കാണുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് അതിനു വേണ്ടിയുള്ള വാതിൽ തുറക്കും, വഴി തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു കാര്യം, സാക്ഷ്യം. ബ്രദറെ, ഈശോന്റെ തിരുമുറിവിനാലുള്ള സൗഖ്യം ഭയങ്കര, ആ വചനം നന്നായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പം ഒരു ചെറിയ ചുമ വന്നാൽ പോലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പ്രോഡക്റ്റ് കഫാണെന്നൊക്കെ എനിക്ക് തോന്നും, നെഗറ്റീവ് ചിന്ത വരും. പക്ഷെ അത് ഞാൻ എങ്ങനെ ആ ചിന്തകൾ വരുമ്പോ ഞാൻ അതിനെ യേശുവിന്റെ കുരിശിലെ സഹനങ്ങളൊക്കെ ഓർക്കുമ്പോ അത് ഭയങ്കര ചേഞ്ച് വരുന്നുണ്ട്. ഭയങ്കര ആക്റ്റീവ് ആവുന്നുണ്ട് വചനം. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, എല്ലാ ദിവസവും ഉപയോഗിക്കുക. ദിവ്യ ആരോഗ്യവും ദീർഘായുസും ഞാൻ ഇരിക്കുന്നതാണ് കേട്ടോ. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഞാൻ ഇരിക്കും. യേശുവിന്റെ മുറിവ് എനിക്ക് ആരോഗ്യം വന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം പോയി കേട്ടോ. ഈ വചനം പറഞ്ഞു. ബ്രദറെ, എന്തോ ബ്രദറെ, പറഞ്ഞു? ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഒരു അത്യാവശ്യമായിട്ടൊരു പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ബ്രദറെ. എന്റെ പേര് അശ്വതി. ഞാൻ സൗത്ത് പറവൂർ നിന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ബ്രദറെ നിൽക്കുന്നത്. എന്റെ കെട്ടുവിന്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് 2 വയസ്സുള്ള ഒരു മോനുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നേക്കാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ബ്രദറെ. എന്റെ നാത്തൂന് ഞാൻ ഇവിടെ നിൽക്കണ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വളരെ ഫാമിലിപരമായ ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര പ്രശ്നമാണ് ബ്രദറെ. എനിക്ക് എങ്ങും പോകാൻ ഒരു മാർഗവും ഇല്ല ബ്രദർ. എനിക്കൊരു വചനം പറഞ്ഞു തരണം. ഞാൻ ഇന്നലെയാണ് എനിക്ക് ഇത് ലിങ്ക് കിട്ടിയത്. എന്റെ കൂടെ ഒരു പ്രേയറിന് തന്നെ ഒരു ചേച്ചി തന്നാണ്. പക്ഷെ എനിക്കിന്ന് കയറിയപ്പോ വലിയ അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ബ്രദർ. എനിക്കൊരു സമാധാനം, അതായത് എന്റെ നാത്തൂനൊരു മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി എനിക്കിവിടെ ഒന്ന് നിൽക്കാനും ഒരുപാട് നാൾ വേണ്ട ബ്രദറെ. എന്റെ കുറച്ച് നാളത്തേക്ക് എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വചനം പറഞ്ഞു തന്നെ ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമുക്ക് ഒരുമിച്ച് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് പ്രാർത്ഥന അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു വാക്കുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ വാക്യത്തിൽ ഉറച്ചു പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. മകളെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ പ്രിയമകളെ നിർത്താതെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ മണ്ഡലങ്ങളെയും ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കി എന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് ആ കുടുംബത്തെ സ്പർശിക്കുന്നല്ലോ, അങ്ങ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളിൽ കർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഗൗരീനെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഗൗരീനെ ദൈവം ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ആ സിസ്റ്ററോട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഗൗരി എന്ന് പറയുന്ന ഒരാളെ കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സാക്ഷ്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഏറ്റെടുത്തോണം, ആ പേര് എഴുതി വെച്ചോണം. ഗൗരിയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം ഒരു ബ്ലെസ്സിങ്ങിനെ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു 4 വർഷമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് അനുഭവിക്കുന്ന യാതനകൾ ഉറയ്ക്കാൻ കഴിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 4 വർഷമായിട്ടുള്ളതിൻ്റെ മേൽ ദൈവം ഒരു അറുതി വരുത്താൻ വേണ്ടി പോവാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എന്നെ കാണും തലയ്ക്ക് മീതെ പൊന്നമ്മ പൊന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവകാശം പറഞ്ഞിരിക്കുന്ന സകലത്തെ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇത് പുറത്തു പോകട്ടെ. എല്ലാ അവകാശവാദങ്ങളും വിട്ടുപോകട്ടെ. കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. പ്രിയമാർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ. ആ മരണം വിട്ടുമാറട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ പ്രാർത്ഥിച്ചോ കേട്ടോ. കർത്താവ് വലിയൊരു സമാധാനത്തിൽ തരും കേട്ടോ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ഏത് വചനാ ബ്രദറെ പ്രാർത്ഥിക്കണ്ട? സിസ്റ്റർ ഈ വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കിയെന്നൊരു വാക്യം എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ ആ വാക്യം ഒന്ന് അയച്ചു കൊടുത്തേ. എല്ലാവരും ആ വാക്യം ഒന്ന് അയച്ചു കൊടുത്തേ. എഫേസ്യ ലേഖനത്തിലെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി സമാധാനത്തെ ഉണ്ടാക്കി. അല്ലെങ്കിൽ യശാവിലൊരു വാക്യമുണ്ട്, എൻ്റെ സമാധാനത്തിനായി യേശു ശിക്ഷ അനുഭവിച്ച. യശാവ് 55 ഈ 2 വാക്യങ്ങളും സിസ്റ്റർ ഇപ്പൊ ഗ്രൂപ്പിൽ വരും, ഈ പ്രാർത്ഥനയുടെ ഇടയിൽ വരും. അത് 2 നോട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സങ്കീർത്തനം 62 ദുഷ്ടന്റെ പ്രവർത്തികളെ തകർത്തുകയാണെന്നുള്ള പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 62 മൊത്തം സങ്കീർത്തനം 62 മൊത്തം ഈ സമാധാനത്തിന്റെ വാക്യങ്ങൾ 2 അത് മാത്രം മതി. 2 വാക്യങ്ങൾ മതി സമാധാനത്തിന് വേണ്ടിയുള്ള വാക്യങ്ങൾ. ഇനി സമാധാനത്തിന്റെ വചനം ചോദിച്ചവർക്ക് ആ വാക്യം എടുക്കാം കേട്ടോ. സാക്ഷിയുള്ളവർ വേഗത്തിൽ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ബ്രദറെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്റെ മോളാണെങ്കിൽ ഖത്തർ ജോലി നോക്കുവാണ്. ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുന്ന. നടുവിനാണെങ്കിൽ ഒരു വളവേ, ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. ഖത്തറിലെ നേഴ്സാണ്. നടുവിന് വളവ്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളഞ്ഞ അസ്ഥികൾ നേരെയാകട്ടെ. യേശുവിന്റെ ആരോഗ്യം ദീർഘായുസ്സും കൊണ്ട് ഒരുമിച്ച് കൽപ്പിക്കുന്നു. ജീവൻ വ്യാപരിക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. ഈ സമയത്ത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയുക. ഇതിപ്പോൾ പ്രാർത്ഥന റെക്കോർഡിംഗ് ആണ്, ലൈവ് പൊക്കോണ്ടിരിക്കുന്നു. ടൈമിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞത്. സാക്ഷ്യമുള്ളവർ 1-2 പേര് വേഗത്തിൽ പെട്ടെന്ന് പറഞ്ഞോട്ടെ. ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. കേൾക്കാമോ? പറഞ്ഞു. ഞാന് കുറച്ച് നാള് മുൻപ് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അതിൽ നിന്നും പുറകോട്ട് പോയി. പിന്നെ ബ്രദറിന്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഉള്ളിലെ ഇന്നർ മനുഷ്യൻ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നു. വചനത്തോട് വീണ്ടും കൂടുതൽ ഒരു ദാഹം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലെല്ലാവരും അങ്ങനെ ആകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും വളർത്തും. കർത്താവ് ഇനിയും വളർത്താൻ ഇടയായിത്തീരും യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. ധൈര്യമായിട്ട് വചനം കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ധൈര്യമായിട്ടിരിക്കുക. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാന് എന്റെ മോനും മരുമോളും കൂടെ ഭയങ്കരമായിട്ട് അടി വെച്ച് അവസാനം പിരിയും എന്നുള്ള സ്റ്റേജായി.